51ാം വാർഷിക സമ്മേളനത്തോടൊപ്പം ഇന്ന് കോഴിക്കോട് ചേരുന്നത്. നമ്മൾ ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ തൊഴിലാളികളെ, നമ്മുടെ നാടിനെ ഒക്കെ ബാധിക്കുന്ന, ദോഷകരമായി ബാധിക്കുന്ന വ്യത്യസ്ത വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്കെതിരെയുള്ള ജനാഭിപ്രായം രൂപീകരിക്കുന്നതിനു വേണ്ടി ജനദ്രോഹകരമായ അത്തരം നയങ്ങളെ തിരുത്തി എഴുതിക്കുന്നതിനുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഇത്തരം ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അത് നമ്മുടെ രാജ്യത്തുള്ള വ്യത്യസ്ത ഡിവിഷണൽ യൂണിയനുകളുടെ നേതൃത്വത്തിലാണ്, വ്യത്യസ്ത സോണൽ ഫെഡറേഷനുകളുടെ നേതൃത്വത്തിലാണ് ചില പരിപാടികൾ ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നത്. നമ്മുടെ ഡിവിഷനിൽ അത്തരത്തിലുള്ള വ്യത്യസ്ത ക്യാമ്പയിൻ പരിപാടികൾ നമ്മൾ നേരത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഈയുടെ ആഹ്വാനപ്രകാരവും നമ്മുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ ഏറ്റെടുക്കുകയുണ്ടായിട്ടുണ്ട്. ഇതേ ഹാളിൽ ചേർന്നിട്ടുള്ള മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള മാധ്യമങ്ങളുടെ ഇന്നത്തെ പക്ഷപാതപരമായിട്ടുള്ള സമീപനം നമുക്കറിയാം. തീർത്തും മുതലാളിത്ത പക്ഷത്തേക്ക്, കോർപ്പറേറ്റ് പക്ഷത്തേക്ക്, അതോടൊപ്പം ഭരണവർഗത്തിൻ്റെ കുറിപ്പടിക്കനുസരിച്ച് മാത്രം അച്ഛൻ തരുന്ന രൂപത്തിൽ മാറിയിട്ടുള്ളത് അറിയാം. നമ്മൾ ഇതേ ഹാളിൽ വെച്ചാണ് പ്രമോദ് രാമനും NP ബഷീറും KT കുഞ്ഞിക്കണ്ണനും ഒക്കെ അണിനിരന്നിട്ടുള്ള മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചത്. തുടർന്ന് നമ്മുടെ ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റികളുടെ വാർഷിക യോഗങ്ങളുടെ ഭാഗമായി കണ്ണൂരും കോഴിക്കോടും വെച്ച് 2 പ്രഭാഷണങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് നടന്ന സെമിനാർ പ്രഭാഷണത്തിൽ KEN ആണ് നമ്മുടെ ജനാധിപത്യവും ഭരണഘടനയും ഒക്കെ നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ചുള്ള പ്രഭാഷണം നടത്തിയത്. തൊഴിൽ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന കരാർവൽക്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കണ്ണൂരിൽ BSNL എംപ്ലോയീസ് യൂണിയൻ്റെ നേതാവ് KV ജയരാജനാണ് പ്രഭാഷണം നടത്തിയത്. അത്തരത്തിലുള്ള വ്യത്യസ്ത പരിപാടികൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിലാണ് നമ്മൾ സംസ്ഥാന തലത്തിലുള്ളൊരു കൺവെൻഷന് കോഴിക്കോട് നമ്മൾ 51ാം വാർഷികത്തിലേക്ക് പോകുമ്പം 50ാം വാർഷികം കോഴിക്കോട് ഡിവിഷൻ്റേത് ആഘോഷകരമായി നമ്മൾ ഏറ്റെടുത്ത് നടത്തുമ്പം അതിൻ്റെ പരിസമാപ്തിയുടെ ഭാഗമായി സംഘടന ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ പ്രവർത്തനം ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. പൊതുമേഖല വ്യവസായത്തിന് നേരെ വളങ്ങിയിട്ടുള്ള സർക്കാരിൻ്റെ നയം നമുക്കറിയാം. അത് തിരുത്തി കുറിക്കുന്നതിന്, അതോടൊപ്പം ഇതേവരെ ഏത് ഭരണകൂടവും LIC എന്ന സ്ഥാപനത്തിൻ്റെ മുകളിൽ കൈവെക്കുന്നതിന്, അതിൻ്റെ സ്വകാര്യവൽക്കരണ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അതിനെ തടയിടുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്വകാര്യവൽക്കരണ, LICയുടെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ആദ്യപടി എന്നോണമുള്ള IPO നടപ്പാക്കുന്നതിൽ കേന്ദ്ര ഭരണകൂടം വിജയിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അവരുദ്ദേശിച്ച രൂപത്തിലുള്ള, ഉദ്ദേശിച്ച തോതിലുള്ള വിൽപ്പനക്ക് പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനെ തടയിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പുതിയ രീതിയിൽ IRDA നിയമ ഭേദഗതിയിലൂടെ, LIC നിയമ ഭേദഗതിയിലൂടെ ഒക്കെ നമ്മുടെ സ്ഥാപനത്തെ, നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും അഭിമാനകരമായ രൂപത്തിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന നമ്മുടെ സ്ഥാപനത്തെ തകർക്കുന്നതിനുള്ള ശ്രമമാണ് കേന്ദ്ര ഭരണകൂടം നടത്തുന്നത് എന്നറിയാം. അത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ നമ്മൾ സംസ്ഥാന തലത്തിൽ പൊതുമേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി, പൊതുമേഖലയെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സംസ്ഥാന കൺവെൻഷൻ നമ്മൾ ആലോചിച്ചപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സെഷൻ നമ്മളതിന് ഉപയോഗപ്പെടുന്ന തീരുമാനിക്കുകയുണ്ടായിട്ടുള്ളത്. സ്വാഗതം എന്നുള്ള രൂപത്തിൽ എൻ്റെ കർത്തവ്യ നിർവഹണത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ അത്തരത്തിലുള്ള ഒരു കൺവെൻഷൻ ആലോചിച്ച് അതിൻ്റെ നടപടികൾ കിടക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ഈ കൺവെൻഷൻ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ സംഘടനയുടെ ദീർഘകാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന, ഇന്നും വളരെ സജീവമായിട്ട് സംഘടനാ രംഗത്തും പൊതുരംഗത്തും അണിനിരക്കുന്ന സഖാവ് K. വേണുഗോപാലാണ്, AEയുടെ മുൻ ജനറൽ സെക്രട്ടറി. I welcome Comrade K. Venugopal, former General Secretary of All India Insurance Employees Association, who has consented and who is inaugurating this state convention to the dais. അതോടൊപ്പം നമുക്ക് നമ്മുടെ ഈ കൺവെൻഷനിൽ വിഷയാവതരണം നടത്തുന്നത് 2 പ്രധാന മേഖലയിൽ നിന്നുള്ള 2 പ്രധാന നേതാക്കളാണ്. കൊച്ചിൻ റിഫൈനറീസ് വർക്കേഴ്സ് അസോസിയേഷൻ, ഇപ്പോൾ BPCL കൊച്ചിൻ റിഫൈനറി. BPCLനെ തകർക്കുന്നതിന്, സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നയങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുകയാണ്. പക്ഷേ അതിനെതിരെയുള്ള വലിയ ചെറുത്തുനിൽപ്പ് ആ സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട്
ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്ന കൊച്ചിൻ റിഫൈനറി വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതാവ്, CITUവിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള സഖാവ് AG അജിയാണ് ഈ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം. സഖാവ് അജിയെ കോഴിക്കോട് ഒരുപക്ഷെ നമ്മുടെ വേദിയിൽ ആദ്യമാണ്. സഖാവ് അജിയെ ഏറെ സന്തോഷത്തോടുകൂടി കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോഴിക്കോട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സഖാവ് വിജയകുമാർ BSNL എംപ്ലോയീസ് യൂണിയൻ്റെ കേന്ദ്ര നേതാവാണ്, അഖിലേന്ത്യാ നേതാവാണ്. സഖാവ് വിജയേട്ടനാണ് ഈ കൺവെൻഷനിൽ. BSNLനെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്ത് പോലും ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന BSNLനെ തകർക്കുന്നത്, നമ്മുടെ രാജ്യത്ത് മറ്റെല്ലാ സ്വകാര്യ കമ്പനികൾക്കും പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുമ്പം BSNLന് മാത്രം രാജ്യസുരക്ഷയുടെ പേര് പറഞ്ഞോ തടസ്സപ്പെടുത്തുന്ന 4G നിഷേധിക്കുന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ആ സ്ഥാപനത്തെ തകർക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾക്ക് നയങ്ങൾക്കെതിരെ പോരാട്ടം ആ മേഖലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള BSNL എംപ്ലോയീസ് യൂണിയൻ്റെ നേതാവ് സഖാവ് വിജയേട്ടനാണ് ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന മറ്റൊരു വ്യക്തിത്വം. ഏറെ സന്തോഷത്തോടുകൂടി സഖാവ് വിജയേട്ടനെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കൺവെൻഷനിൽ നമ്മൾ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. പ്രമേയം അവതരിപ്പിക്കുന്നത് സൗത്ത് സോൺ ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡന്റ്, LIC എംപ്ലോയീസ് യൂണിയൻ എറണാകുളം ഡിവിഷൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് R പ്രീതിയാണ്. പ്രീതി ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവ് പ്രീതിയെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. LIC എംപ്ലോയീസ് യൂണിയൻ കേരളത്തിലുള്ള 5 ഡിവിഷനുകളാണുള്ളത്. മറ്റ് ഡിവിഷനുകൾ തിരുവനന്തപുരം ഡിവിഷൻ്റെ പ്രസിഡന്റ് സഖാവ് സജിത്ത് ഉണ്ട്. വേദിയിൽ സജിത്തിനെ സ്വാഗതം ചെയ്യുന്നു. കോട്ടയം ഡിവിഷൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് രമേശ് ഉണ്ട്. സഖാവ് രമേശിനെ സ്വാഗതം ചെയ്യുന്നു. തൃശ്ശൂർ ഡിവിഷൻ ജനറൽ സെക്രട്ടറി സഖാവ് ദീപക് എത്തിച്ചേർന്നിട്ടുണ്ട്. ദീപക് ഭക്ഷണം കഴിക്കുകയാണ്, ഇപ്പോൾ ഇവിടെ എത്തിച്ചേരും. സഖാവ് ദീപകിനെ സ്വാഗതം ചെയ്യുന്നു. ഈ കൺവെൻഷനിൽ സൗത്ത് സോൺ ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ നേതാക്കളായിട്ടുള്ള സഖാവ് ഗോപിനാഥ്, സഖാവ് ശിവസുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ള നേതാക്കൾ അണിനിരക്കുന്നുണ്ട്. നമ്മുടെ മുൻ തലമുറ സഖാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ അടുത്തൊരു സെഷൻ നമ്മുടെ സമരാനുഭവങ്ങളുടെ ഭൂതകാലം, ചില സമരാനുഭവങ്ങൾ നമ്മളോട് പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻ നേതാക്കൾ ഇവിടെ എത്തിച്ചേരും. വർക്കേഴ്സ് സെൻ്ററുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെ എത്തിച്ചേരും. എല്ലാവരും നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നവരുണ്ട്. നമ്മുടെ സഖാക്കൾ നേരത്തെ എല്ലാ യൂണിറ്റുകളിൽ നിന്നുള്ള സഖാക്കളുണ്ട്. സഖാക്കളെ മുഴുവൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. മാധ്യമ രംഗത്തുള്ള പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദര സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ നമ്മുടെ ഈ പൊതുമേഖലാ സംരക്ഷണ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മളെ കോഴിക്കോടുള്ള സഹോദര സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ ഇതിൽ എത്തിച്ചേരും. കുറച്ച് പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് എത്തിച്ചേരാനിരിക്കുന്നവരെയും ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കൺവെൻഷൻ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ AEയുടെ വൈസ് പ്രസിഡന്റ് സഖാവ് PP കൃഷ്ണനുണ്ട്. നമ്മളൊരാളാണ്. സഖാവ് കൃഷ്ണനെ ഔപചാരികതയുടെ പേരിൽ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഖാവ് കൃഷ്ണനോട് ഈ കൺവെൻഷൻ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവുമേറെ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അതേസമയം തന്നെ ഇന്ത്യയിൽ നടപ്പാക്കി വരുന്ന സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി ഇന്ന് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നതും ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഈ നയങ്ങളുടെ ഭാഗമായി ഇത്തരമൊരു അക്രമം ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരിടാനുണ്ടായ കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടും ഈ നവലിബറൽ നയങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടും പരസ്പരം ചേർന്ന് പോകുന്നില്ല എന്നതുകൊണ്ടാണ്. പൊതുമേഖലയുടെ ഊന്നൽ എപ്പോഴും ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ വികസനവുമാണ്. ഈ സാമ്പത്തിക നയങ്ങളുടെ ഊന്നലാവട്ടെ മൂലധനത്തിൻ്റെ ലാഭവും ഉടമകളുടെ വളർച്ചയുമാണ്. ഇത് എപ്പോഴും പരസ്പര വിരുദ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ 90കളുടെ ആരംഭത്തിൽ നവലിബറൽ നയങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചതോടുകൂടി പൊതുമേഖലയ്ക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള നടപടികൾ ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുണ്ട്. പല രൂപത്തിൽ ആ നടപടികൾ വളർന്നു വന്നത് നമുക്കറിയാം. അതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ഇൻഷുറൻസ് മേഖലയിലാണെങ്കിലും മറ്റ് പൊതുമേഖലാ രംഗത്താണെങ്കിലും ഒക്കെ ഉണ്ട്. അതിന് സഹായകരമായ രീതിയിൽ ഇന്ത്യയിലെ വ്യവസായ നയത്തിൽ മാറ്റമുണ്ടായി. നേരത്തെ പൊതുമേഖലയ്ക്ക് ഒരു മേൽക്കൈ ഉണ്ടായിരുന്ന വ്യവസായ നയമായിരുന്നെങ്കിൽ 90കളുടെ ആദ്യത്തിൽ പുതിയ നയം വന്നപ്പോൾ അവിടെ സ്വകാര്യ മേഖലയ്ക്ക് എല്ലാ രംഗത്തും കടന്നു വരാൻ അവസരമുണ്ടായി. ആ വ്യവസായ നയത്തിലുള്ള മാറ്റത്തിൻ്റെ തുടർച്ചയായിട്ട് ഓരോ രംഗത്തും പൊതുമേഖലയെ ക്രമമായി ഇല്ലാതാക്കാനും സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ആമുഖത്തിൽ പോകുന്നില്ല. ആ നടപടികളുടെ ഭാഗമായി ഇന്ന് ഇന്ത്യയിലെ എല്ലാ മേഖലയിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നേരിടുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനക്ഷമതയില്ലായ്മയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകേടോ കൊണ്ടല്ല ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്, മറിച്ച് വളരെ ബോധപൂർവം ഇന്ത്യയിലെ ഭരണാധികാരികൾ സ്വീകരിക്കുന്ന ചില നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്.
ആ നിലപാട് ഇന്ത്യയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ വിശദമായി ഇന്ത്യയിലെ ജനസമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ കുറേ വർഷമായിട്ട് ആ ചർച്ച നടന്നു വരികയാണ്. അതിൻ്റെ ഒരു അനുബന്ധം എന്നുള്ള രീതിയിലാണ് ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ അതിൻ്റെ സമ്മേളനത്തിൽ ഈ വിഷയം ഉൾപ്പെടെ ഇന്ത്യയിൽ ഈ അടുത്ത ഒരു വർഷക്കാലം വലിയ തോതിൽ ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ഈ ഒരു കൺവെൻഷൻ ചേരുന്നത്. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 മേഖലകളാണ് ധനകാര്യ മേഖല, വാർത്താവിനിമയ രംഗം, ഊർജ്ജ മേഖല. കാരണം ഏത് രാജ്യത്തിൻ്റെയും അതിൻ്റെ ഒരു ആധുനിക സമൂഹത്തിൻ്റെ സൃഷ്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ 3 മേഖലകൾ വളരെ പ്രധാനമാണ്. വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വിഭവ സമാഹരണം അത് ധനകാര്യ മേഖല ചെയ്യുന്നു, ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ളത്. രാജ്യത്തെ കൂട്ടിയോജിപ്പിക്കുന്ന കാര്യത്തിൽ അതിൻ്റെ ഒരു വാർത്താവിനിമയ രംഗത്തിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനമാണ്. BSNL മേഖല ആ ദൗത്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് മേഖലയുടെ വളർച്ചയ്ക്കും അതിൻ്റെ അടിസ്ഥാനമാകേണ്ടുന്ന പശ്ചാത്തലം ഒരുക്കേണ്ടുന്ന ഊർജ്ജ മേഖല വളരെ പ്രധാനമാണ്. കൊച്ചിൻ റിഫൈനറി ആണെങ്കിലും BPCL ആണെങ്കിലും ഒക്കെ ആ ദൗത്യമാണ് നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഈ 3 പ്രധാനപ്പെട്ട മേഖലകളുമായി ബന്ധപ്പെട്ട വളരെ ശ്രദ്ധയോടുകൂടി പ്രചരണങ്ങളും പ്രക്ഷോഭങ്ങളും നയിച്ചുകൊണ്ടിരിക്കുന്ന 3 നേതാക്കളാണ് ഇന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. ധനകാര്യ മേഖലയിൽ നിന്ന് ഇൻഷുറൻസ് മേഖലയിലെ ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഇപ്പോഴും പോരാട്ട രംഗത്തുള്ള സഹ കെ വേണുഗോപാൽ, വാർത്താവിനിമയ രംഗത്ത് BSNL മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരമുഖത്ത് അണിനിരന്നിട്ടുള്ള BSNL എംപ്ലോയീസിൻ്റെ സഖാവ് M. വിജയകുമാർ, ഊർജ്ജ മേഖലയിൽ നിന്ന് കൊച്ചിൻ റിഫൈനറി അതിൻ്റെ സ്വകാര്യവൽക്കരണത്തിനെതിരെ എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പോരാട്ടം നടന്നു വരികയാണ്. ആ പോരാട്ടമുഖത്ത് അതിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് അജി. ഈ 3 സഖാക്കളാണ് ഈ കൺവെൻഷനിൽ നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങളിലേക്ക് ആമുഖമായി പോകുന്നില്ല. Now I would request Comrade K. Venugopal, former General Secretary of All India Insurance Employees Association, to inaugurate this state-level convention. Comrade P.P. Krishnan, who is presiding over this convention this morning, the leader of Cochin Refinery Employees Union, comrades from other divisions who have come here, and the general secretaries of Trishur, Ugandam, and Otev, and other office bearers of the zone. Today, we are discussing about the importance of public sector in the economy. And as a part of public sector, importance of insurance sector and financial sector, and what is the role to be played by the employees, workers, and the trade unions in protecting it. First question will be, if it is a government sector or a public sector, government should protect it. Why it is for you to protect it? Some people ask. But unfortunately, the policies of the present government are against the public sector, are in favor of privatization of the public sector. So it is been the responsibility of the workers working in those public sector industries and also unions to protect the public sector. That's why today, as an organization, we are holding a convention to protect the public sector industry. Public sector has not come into India because all the unions who were present at that time, of course at that time there was no CIT, it was the A2C, there was INUC, HMS was little late. It is not that they went to the government and said, set up steel plants, set up this, set up that. Public sector came in the background of the freedom struggle and India attaining freedom when India became an independent country. The priority was a faster industrialization because India at that time basically was an agriculture-based country. Industries were there, like jute in east, like textiles in some parts of south and some parts of the west. But they were the industries basically, apart from sugar,
mills and other things which are small in some other areas. But this was the basic industry. But heavy industries were not there. And industrialization, faster industrialization was the need at that time for the economy to grow so that people also will grow in their own lives. Initially, the proposal of, in a normal form, of a public sector came from a different meeting. Not direct public sector a suggestion, but a suggestion that government should intervene. Government should come forward and intervene for industrialization of this country. Government should set up, they should find and set up factories for industrialization of this factory. This came from a meeting which was called Bombay Club meeting. Comrade Punni Krishnan, please, no, I am welcoming you, comrade. So he is my general secretary also. For your information, I am also retired. So it was in 1948 that a meeting was called by the industries who attended. It was 8 leading industries attended that meeting in 1948. Who were the 8 leading industrialists? J.R.D. Tata, Ghanshyam Das Birla, then Adarsh Dalal, then Lala Sriman, then Adarsh Dadabhai Sharaf. These were the people who attended that meeting, all industries. And they said that the agriculture income should be doubled, it should be there, but that should be doubled. Agriculture output should be doubled, but industrial output should be 5 times more should be there, so that the country can take a fast leap after independence. And for this purpose, for the industry to take a fast leap, a long leap, a 5 times growth means what? It's not a and 10%, 15%, 500%. If that is to be done, the meeting of these industries said, government should intervene and set up industries, government should fund and set up industries. That means the owner of these industries should be the government of India. That became the concept from Bombay Club. And in March 1950, it was in 1948, this was the suggestion made by the industrialists. In March 1950, first seeds for Planning Commission were sown. Planning Commission came into existence with a resolution in 1950. What was Planning Commission? Simple. If I have to do this, how much money I need and where should I get it? If I have to take a leap of industrialization of 5 times more, where will the money come from? And how should I plan for the money? The government's planning, not the planning for the private sector. It is planning for the government's money. So 1950 Planning Commission came in, and similarly, Industrial Development Regulations came in 1951. And all these were part of the stepping stones for launching the public sector. And this Industrial Policy Regulations 1951, it says government should take all steps to regulate and control the industry. So this is the basis. This is the background. Pandit Jawaharlal Nehru was the Prime Minister at that time. We can't say he was a communist. We can't say he wanted to bring socialism in this country. But he knew industrialization is necessary for this country to go forward. And these industries, Tatas, Birlas and all, they did not have that much money to invest for major industries. So he knew that it was the government which has to set up.
So he started calling it a mixed economy, where public sector also will have a higher level of home. That was the thing. Because today, the present government, we had some problems. Our people in this country had some differences with Nehru's policies also. But today, looking back at this point of time, we see that the present government is trying to wash away the name of the Prime Minister Nehru from the whole history. And day before, a news came that the, in Delhi, the museum which was Pandit Jawaharlal Nehru Memorial Museum, it is also changed, name is changed. So they are trying to erase. In a way, when they are trying to erase Nehru's memories, they are also trying to erase the memories of why public sector was set up. I'm not saying they are doing it only for public sector, but as a part of it, that memory also will be erased. Anyway, going back to that, initially, what were the heavy industries which were thought of was, one was steel, because we were not manufacturing steel. As I told you, jute and other industries in east, Calcutta in other side, west and south to some extent towards Tamil Nadu, textiles. But other industries were not there. Steel was necessary for construction, for building and everything, for a modern India. And steel, when India approached Europe and USA for steel, for helping to set up a steel factory, US said, why do you want a steel factory? Simply you import from us. That means they manufacture the steel, they'll have jobs, okay, they are also workers, they'll have jobs, they manufacture steel, the capitalist who sets up the factory, he gets the profits, but we only get the imported steel. So finally India decided, whoever is going to help us will go there. And it was 1955 that Bhilai steel plant was set up with the help of the then Soviet Union. 1955. Because why Bhilai? Number one, it is a backward area. Now presently Chhattisgarh state, earlier it was Madhya Pradesh. It was in a backward area. Secondly, Bhilai has nearby mines in Bailadilla, that is iron ore mines, and manganese mines nearby Bhilai. So because of the proximity of the mines, steel plant was also thought of in Bhilai. And Soviet Union at that time, now Russia they call it, so they have come forward to help in setting up a steel plant. And that's how the public sector industry started in India, in a big way. After seeing India setting up steel plant, heavy steel plants, other countries also, they did not have a choice. Otherwise, they thought Soviet Union will be taking over the whole thing of India. So others like Britain came for Rourkela, and other companies, other countries also came forward. That's how the public sector started initially in this country. But when you start public sector, the planning commission was to plan for the money. Money comes in two parts. One is the taxes and other revenues. Two is savings of the people. World Bank, in its report in 2006, long ago, World Bank report said, in any developing country, people's savings are the best bet for investment by the government rather than the foreign capital. World Bank itself said, people's savings are the best bet for investment in the country. So people's savings were also part of the investments of the government. So government thought, where are the people's savings? They are in life insurance, they are in general insurance, they are in bankings. So what do we do? So in that process, number one, Life Insurance Corporation of India was nationalized in 1956, so that the savings of the people through life insurance can be utilized by the government. Then banks were nationalized in 1969. And in 1971, general insurance was nationalized, so that the savings of the people can be utilized by the government for planning commission allocations. This is how the public sector, from manufacturing public sector, it also went to the financial sector.
Then from there, the oil sector also was nationalized during 1972 to 76. I was asking Comrade Ajji, because I am from another coastal area, that side, that is Bay of Bengal, Visakhapatnam. We had one refinery called Caltex. Caltex refinery was California Texas Corporation. That was owned by Americans. And Cochin refinery earlier, it is now under BPL, Bharat Petroleum. Earlier it was under Burma Shell. Burma Shell is nothing but the Asian subsidiary of the Shell company. Shell is an English company basically. So they were under foreign capital. The oil industry in India and refining was under foreign capital. So in 1971 to 76, between that, the oil industry was also nationalized. Caltex became HPCL and Burma Shell became BPL. That's how the refineries today are under various oil companies, but still nationalized. So one after another, if you see how a steel plant is built, how a heavy machinery is built, how the electronic systems were built under public sector, how financial sector had also to be nationalized to fund the allocations of the planning commission, and how oil was also nationalized. All these things were done in the interest of the economy of this country, so that the government can have a hold over the running, number one, the produce which they'll make, unless the government intervenes, what should be produced, which quantum should be produced, there will be anarchy. So what should be done? All these things were planned under the, heading of a public sector. That's how in India, public sector came and expanded to many sectors. I'm not saying that hotels also should be under public sector. Because whatever are the essential items which can improve the economy, and through the economy improvement, how the lives of the people can be improved. So public sector has played a great role. When I say great role, you may ask me, how can you say it is a great role? Even after the attack on public sector, today in 2023, if you see what are the profits of the public sector, then you will know what is the contribution of public sector. Contribution is steel making, which we had to import. That means when you stop importing, what do? You save foreign exchange and you are on your own feet. Self-sufficiency is there. Then electronics and other items which were also being imported, we started manufacturing on our own. So there also we have saved on foreign exchange and made available things to the people. So public sector, number one, it has led to self-sufficiency in saving the foreign exchange reserves and also in meeting the demands of the people the way the government plans it. And today in 2023, as I was saying, what are the profits generated by 67 public sector units, including oil, finance sector, and normal manufacturing sector? Together, if you take 67 public sector undertakings, the total amount of profit generated by them in 21-22, 22-23 figures are yet to be out. So 21-22 last year, it was 2,49,000 crores, 2.49 lakh crores. And of course, major chunk comes from the oil companies, and then the public sector banking units. Public sector banking units, few years ago there were some losses, but last year and this year, they have come out with this year's figure also. 1,04,000 crores, the public sector banks have got profits. And insurance, as you know, LIC, in the board meeting on 26th May, they have declared that profit after tax of 22-23 LIC was 36,297 crores. So if you see the public sector today,
right from the day of 1955 realized Steel Plant till date, if you see, public sector has been performing whatever task is given to them. If you give the task and don't provide the funds, that is the whole story. Comrade from BSNL will be talking about it. They will be given the task, but funds are not given. Whatever funds are given, they are on the paper. Suppose I say, Biju, I will give you 1 crore rupees. Biju is happy, but I will give a note. Don't worry, Biju, in case you need money, you talk to me again. I just do a letter. I promise that I will give 1 crore rupees to Biju in case nobody gives you. So, like that, some guarantees and other things were given. But the tower maintenance and other things which BSNL needs very, very urgently, they are not being given. So, you give a task to them. When a cyclone comes, the only tower which says the telephone is BSNL tower. If that is not working, government says, go set up a tower there and see that people can communicate. So, you give task to them. When they are performing the task, you are not helping them. But point is today, first point is, the public sector has been performing the task which was given to them by the government and generating profits also. But in that case, why is that the government wants privatization of public sector? Why? Yesterday in an open session, I was telling, we talk about liberalization, privatization, globalization as 3 words, but it is a single word. They are not 3 words. We talk about them, like LPG gas, we say LPG. No. Globalization is the major thing. What is globalization? Globalization means it is not as if a comrade from Calicut straight away can purchase a ticket and go to Los Angeles and land there. No, that's not there. You can't go. Can you go without visa? You cannot go. First passport to identify that you are the citizen of one country. Then you have to apply for visa. If visa is given, then only then you can go. Otherwise you can't go. So, globalization does not mean I can go, I can purchase a ticket and go anywhere in the world. No. Globalization means if somebody has got 1 crore of rupees, he will set up a small shop in his area. If he has got 100 crores, he may set up a shop in a bigger city. If he has got 1,000 crores, he may go to another state. If he has got 1 lakh of crores, he will go to another country. This is the way it is now. So, if there the capital is very huge with them, they cannot establish any more industries in their country. They want to go to other countries. So, this capital, what do you call in Malayalam? Anyway, I am not getting it. So, this capital, when it is huge, it has to cross the borders of the nations for setting up industries there. So, it is called globalization, where the capital can go everywhere. So, if the capital has to go to everywhere, there are 2 things needed. That is, globalization of capital, you need 2 things. If it has to go everywhere without any stopping, without any restrictions, you have to go to any other country, 2 things are needed. What are the 2 things? Liberalization and privatization. What is liberalization? You must be liberal. You say they are very liberal in their house. Anybody can come in and anybody can take the fridge, door of the fridge. They can take water, see the TV and go away. Very liberal people. Means you don't put any restrictions on people coming in or going out. So liberalization means liberalizing your laws, your acts. That, suppose earlier there was a law. In defense, nobody can come. In oil, nobody can come. In insurance, nobody can come. These were the laws. And if the law is taken away, then that is liberalization. That's how IRDA Act comes, then Banking Sector Act is changed, and other public sector acts of law and natural gases, all these things come.
So today, liberalization means opening up your doors. After some time, open doors also may be a problem for them. Because once there is a door, you may open it, suppose suddenly you close it. So there should not be any door. So this is, in a nutshell, liberalization means for the capital to come in and go out both ways. I can come in, I can walk out. If the laws and other things are coming in the way, then just throw them out. That is liberalization of the processes. And what is privatization? You know that. What is privatization? You know, that is a public sector being given over to a private man is privatization, simple. But why it is done again? I told you for globalization, two things, liberalization and privatization. Because the public sector companies may be a major hurdle for this foreign capital which comes in, or private capital which comes in. Private capital is, if they want to set up a industry, if the public sector is coming in the way, what do? Two things. Either you defeat the public sector, you are not in a position to defeat the public sector, purchase it. It becomes yours. It becomes part of you. So privatization is done in this. For example, BSNL. Till BSNL entered the mobile market, incoming calls were charged. I know some people who used to have mobiles at that time. And whenever a call comes, he will cut the call, go to your landline and phone him up. I don't know. Very few people were there at that time. Whenever there was an incoming call, he has got a phone, but he can't take the phone because he is charged for receiving the call. So when the BSNL entered the mobile networking, other companies were also forced, because BSNL did not charge for incoming call, others were also forced to stop charging for the incoming call. So that is a problem for them. You are coming in the way of their profits. So global capital, when it wants to come and earn the profit, if a public sector is coming in the way, privatization of that public sector is a thing, or reduce the strength of the public sector. How? How can you reduce the strength of a government company? Through the policy of the government. How can I, suppose some house is there, a boy is there, I cannot dictate terms to him. What can I do? I can talk to his father or mother, and they can do that. So similarly, if institutions like BSNL are competing and giving a threat to the other companies that incoming calls are not charged, even other calls are charged normally, then what happens? They want to see that either it is privatized or its impact or strength is reduced. And the reduction of the strength also is done by the government, because government wants a profit for this private capital and family capital. So that's why globalization is one word where liberalization and privatization both are these instruments which will help this. So as a part of this, privatization has come. Not that public sector is not working. Not that public sector, there are, yes, loss-making public sector also. See, in fact, during 1984, when Rajiv Gandhi became the Prime Minister, that time started a discussion, privatization. Then when there was an approach from the trade unions and their parties led by the CPIM, then Rajiv Gandhi government said, we are not going to privatize profit-making sector. Only loss-making sector will try to revive them. But if they are not making still profits, or still they are making losses only, then we will privatize. That time it started. But subsequently, there was a very beautiful argument. Who will purchase a loss-making industry? People will purchase only profit-making. So we will sell profit. So whether it is loss or profit, selling was the part of the government policy at that time. It started with Congress government, but BJP government which came, it went on at a very, very fast pace, speed. Because the Prime Minister who is there at the helm of affairs in the country, he gave a TV interview
when he was the chief minister of Gujarat, he said, public sector को तो मरना ही है. Means public sector is there only to die. So when he has that sort of a policy and he becomes a prime minister, he will see that the policy of privatization is given more fast speed. So today, Congress might have started it, but today, at least Congress had to face the opposition, and because of the opposition, they had to halt the privatization. For example, I'll give one thing. Visakhapatnam, there is a steel plant, very big steel plant, and it is the only shore-based steel plant. That is right on the harbor, that is port, where the, taking it to other countries and other things will be faster. Visakhapatnam steel plant, I remember when I was a student, there was a very big agitation and 26 people died in the agitation. Finally, Srimati Indira Gandhi said yes, and Visakhapatnam steel plant came. From the day one, Visakhapatnam steel plant was asking, you have given mines, iron ore mines, to private people also, but why don't you give me, I am a public sector, so that the mines will be used by me. I'll give you royalty for the mines to the government. They did not do it. They wanted to privatize it. Why? They say we can't fund it anymore. The Steel Plant Employees Union and the Joint Action Committee proved that steel plant is a viable steel plant. Just give them one captive mining, which is nearby Visakhapatnam. But they say no. That means I will not give you any food. I will ask you to fight with the other fighter. You will lose, and I will tell you you are losing gold. Similarly, in Visakhapatnam also it's happening, and today the employees and workers of Visakhapatnam steel plant are on agitation for the last 484 days without a gap. More than a year and a half. And the whole working class movement in Vizag and Andhra Pradesh, they are with them. If they are against public sector, why the public is supporting Visakhapatnam steel plant? If the public is not aware or public is not knowing what is the public sector doing, why the public should support them? Because the number of employees are only 11,200. Small. Vizag is a population of 26 or 30 lakhs. So out of that, 10,000, 11,000 is not a big thing. But why people are supporting? Because they know there is a need for public sector steel plant, because that is going to give economy a push in those districts. So today there is a struggle to protect it, and there is a public support also to protect. But as yesterday our CITU Vice President was saying, when it comes to public sector protection, if it is their own public sector, people react. If it is somebody else's public sector, they say it is not working. For example, BSNL. BSNL, they hit BSNL by reducing the number of employees and executives. Now the total number of officers and employees is 60,000. Around 29,000 officers, 31,000 employees. We know that, but we still expect that BSNL servicing should improve. Why BSNL is being made to starve? Why it is not being given food? Because tomorrow if BSNL is handed over, it is not only the towers on which the signals land. BSNL towers, everybody signals land. But BSNL signals come to my phone only if the batteries within that tower for BSNL line is regularly changed. But they are not changing the batteries. So he will talk about that. I am not going on that point. My point is, when it comes to BSNL, we look at as a what can be done, the government is doing. Tomorrow on LIC also, if they are going to reduce your stake, now it is 96.5% government stake, 3.5% private as on date. Earlier,
In a year ago, it was 100% government. We said no IPO, they did not listen. We went to the public. Public also responded to our campaign, but government went ahead. And because of that, today, LIC is facing new problems in the name of, number one, LIC's autonomy. The government said if it is IPO is given, LIC will get more autonomy. But LIC's autonomy is being taken away. LIC can't decide on a single thing today also. Everything has to go to the government, including recruitment, including allowance to be given. They say LIC is autonomous. Autonomous means what? Chairman has got the authority to do it? No. Chairman has got the authority to go to Delhi to meet the Secretary of Finance. That's it. So when IPO came, the question of how to give more dividend to the shareholders came, but not more bonds to the policyholders. It is again between shareholders and policyholders. I was telling our comrades for a long time, LIC is a cooperative society. It cannot be called a government institution. But for the LIC Act, where the government is a trustee, simple point is, 42 crore policyholders, if they have to come together and elect their chairman, is it possible? It will be much bigger general election than Brazil, USA or anywhere else. 42 crore people they cannot elect. So, government as a nodal agency or a trustee is there to appoint a chairman and allow the functioning of LIC. Why I say it is a cooperative society? Because the money of LIC is accumulated through the premiums of the policyholders only. So today, when LIC IPO came 3.5%, it came, the mindset changed from policyholder to shareholder. To get more dividend per shareholder, the LIC valuation also changed into with profit policies, without profit policies. The valuation has been separated. And the profits or gains which you make on without profit policies are going to shareholders, which earlier was going to other policyholders. So today, post IPO, 3.5% alone, government is still majority shareholder, 96.5%. Still in the name of 3.5, many changes are coming into LIC. Similarly, through changes in insurance laws, they are trying to reduce the strength of LIC also. When you asked us, when I said that if public sector cannot be defeated, reduce the strength of the public sector. Today, IRDA, which is Insurance Regulatory Development Authority, has come out with a paper for changes in the regulations. One of the regulations is the agents of any insurance can take up 3 agencies. Today, LIC agent is, we call them tied agencies, but not. They are tied means they are totally devoted to LIC. They will not do the work of any other company. And when he is seen by the people, they identify him only as the LIC agent role. But if this regulation comes into force, every agent can take up the agency of sell the policies of 3 companies. So which one he will sell? And private companies will be advantageous for them because they get more agents without recruiting them. And secondly, their payment of amounts instead of commission, that will be very, very lucrative. And they will try to attract more agents of the Life Insurance Corporation of India. So will it not hit the business of LIC? If this one agent can take up 3 agencies of 3 companies, it is going to hit the LIC. So today, post IPO, after IPO, small 3.5% itself is creating such hurdles for LIC. What will happen if privatization comes in? We have seen BSNL, now they have reduced the strength of BSNL, not physical number of employees, but giving them amounts itself.
And then they are trying to attack BSNL because it is not towers alone in BSNL. The lands of the BSNL in India, railways, defense, LIC, BSNL. These are the people who have more minds. Real estate. So it is not BSNL alone. They want to look at it as real estate. You may ask me, how do you know? I don't know, but I have already seen. Well, how could you sue when BSNL is not privatized? But MTNL is privatized. Mahanagar Telephone Nigam Limited. One day I was seeing Mahanagar Telephone Nigam Limited, that website. After few months when I wanted to search, it was not there. It has become Tata Teleservices Limited. Because in this, Videsh Sanchar Nigam, not Mahan and not MTNL, Videsh Sanchar Nigam, BSNL. It is not BSNL. So it is off the record. I was asking our Bengali comrades, how do you pronounce BSNL and how do you pronounce BSNL? Anyway, the answer was different. Let us not go into it. So, Videsh Sanchar Nigam Limited was sold to Tata's. How? First, initially 25% of the stake was given as a strategic sale. After some time, the majority stake went to them. Then suddenly one day, this Videsh Sanchar Nigam Limited was not there on the website. It has become Tata Teleservices Limited. And in that, there was an article subsequently that Tata Teleservices Limited has not only acquired the Videsh Sanchar Nigam Limited technical items, but they have acquired a huge real estate also. If BSNL can be done, what about BSNL? If that can be done, what can be about LIC or refineries or anybody? So today, attack on public sector is an attack on revenues to the people through the government revenues. The profits which I have already noted, that will not go to the government. Attack on public sector is attack on the facilities or services which come to the people. Somebody told me in Japan, when you lodge money in the bank as fixed deposit, you have to pay money. You don't get interest. Why? Because that bank said, I am giving you a service. Fixed deposit is a service. But today, State Bank of India or Union Bank of India or anybody, if they say, how much is the fixed deposit rate? Suppose he says, sir, you have to pay me 5%. Will you accept it? A private capital is a private capital. And public nature of a service is a public nature of a service. Right from financial services to the services of a commodity which is manufactured. So today, public sector has played its own role, not only in producing the goods, but in developing the economies of the backward areas. Bhilai Steel Plant developed the area of Chhattisgarh. Rourkela developed the area of the very rural Odisha. Similarly, other huge companies we have seen, including aluminum and other companies in Chhattisgarh, Madhya Pradesh, Rajasthan, and very remote places of Andhra Pradesh, we have seen that. So, number one, production needed for the people, society. Number two, giving back dividends. And number three, creating employment in backward areas and giving them a stability across the country. So all these things could be done through public sector because there was a control, government control. Now if the government control is to be withdrawn, that means that will be handed over to who? If the government control is withdrawn, if the government capital is withdrawn, which capital will go into it? It will be private capital. And then for the profits, which you know. So today, the protection of the public sector comes as a responsibility of the trade union because it is the government which is attacking it. So today, this is the responsibility of trade union and workers, and that's how we have to fight. And lastly, fighting for one Vizag steel plant, one LIC, one BSNL will be just getting us isolated.
But unless the public sector protection becomes a huge struggle of the whole of the working class, it cannot be done. But let me tell you one thing. We have gone on 14 or 15 All India strikes so far. Yeah. Earlier ones also. Yeah, 21. 15 plus 6, 21. So when we went on 21 strikes, people ask us, what happened? When we went on 21 times, many public sectors which could have gone, if there was no protest of this nature, many public sector would have already gone. But because of the protest, various over during Congress regime and presently right from 1920, 2014 to till date, when we gone on strikes, that has resulted in some sort of a protection of the public sector. But it's not total protection, but it has gone like that. Why I am talking about this strike action? Because it shows the unity of the working class on a issue. For example, out of 22 crores which were supposed to have participated in the latest strike action, how many organized sector employees, workers were there? Maybe 3 crores, 4 crores maximum. But others were who? Unorganized sector. For them, what is public sector? They don't work in a public sector. They are working in the private sector, but they are fighting for you. When some comrade who is not working in a public sector becomes a part of the struggle to protect the public sector, what prevents you, the organized sector, from coming together and campaigning on these issues regularly? Though the mythological stories cannot be part of our trade union movement, I used to tell our comrades some places to make them understand. When Rama was fighting Ravana, Ravana had a chariot. Rama did not have a wheel. Then Hanuman said, you sit on my shoulders, you fight. So I used to tell them, if 18 crores of the unorganized workers, they are Hanumans, on their shoulders they are sitting and firing at the government. When they can give us that support, what prevents from the organized trade unions to come together, if not every day, plan for some month, 6 months activity or 1 year activity of campaign on public sector. So today, the need is to protect the public sector, but the need is also to campaign collectively by the organized sector, which we have been doing. Every year 1 or 2 strikes will be there, that's okay. But the other organized sector coming together, refineries, BSNL, LIC, steel plants, public sector coming together, why it is not possible? We can start it. Maybe the Kerala trade unions also can find a way out, because they have been the leaders in showing an alternate. When Lamaram Karim was the industries minister, I was at that time General Secretary of the All India Insurance Employees Association. He suggested to me to come over to Delhi. When I went there, I asked what is it. Then he said, there is a workshop, combined convention come workshop, where alternative to privatization, revival of public sector. That was this theme which he has. And during his regime, even today, we have been seeing how public sector in Kerala is trying to be revived. So that's why I said you already have a government which has been trying to show ways to protect public sector. So we have to come out with ways and means to see that the public sector protection campaign is not a 1 day or 2 day affair, but it is a continuous affair, so that we can give a signal to the government, but let us first give signal to our own people that we are not that safe. We will be under attack if we are not going to fight it out. So our own comrades should know. Because I know, I am from LIC, I know, LIC employees in 1986, 26th February, when we went on a strike, the LIC employees asked, that was a strike call given for protection of public sector. So they said, LIC nobody will touch, comrade, why should we go? I said, today they will not touch you, tomorrow they may touch you. Of course, we could see that
from 86 to 2022 it did not happen. That's another story. But still, the employees feel that we are very strong, nobody can touch us. No. Even the biggest strength, earlier BSNL was what? It was a part of a Department of Telecommunications. And then when corporatization took place, I addressed the convention and then I said, why should be a corporate? You can be part of DOT. Then one union, I don't name the union, one union in the DOT, he said, Mr. Vedugopal, you are also from a corporation. I said, yes, I'm a corporation. Name is corporation, but it is a government company. Then they said, no problem. Finally, what happened? It became out of the, protection of the government. It became BSNL as a corporation, and then started the reduction of the strength of the BSNL. It was not allowed to go for, mobiles initially. Even now, you will get a 4G SIM. When I went there to extend my SIM, they gave me 4G. But it comes only 3G. Because 4G is in spectrum. Spectrum is not seen in the air, na? It is there. But that should be given by the government. And BSNL is a government company. And to give 4G, 5G spectrum, government is taking its own time. So today, when they have first come out of the DOT orbit, and they have made a BSNL corporation, and then they are being attacked. So when these are the examples around us, let us be very clear, anybody can be touched if this government and these policies are continuing in the center. So the alternative should be what we are seeing in Kerala. Alternative should be what our trade unions are fighting for. This, if we know, definitely public sector protection can be taken forward. Thank you very much. സർവേയുടെ പശ്ചാത്തലം, അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, എങ്ങനെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ദുർബലമാക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നത്, അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും അതിനെ സംരക്ഷിക്കാൻ ആവശ്യമായ സമരങ്ങളുടെ പ്രസക്തിയും ബദൽ നയങ്ങളുടെ സാധ്യതകളുമൊക്കെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സഖാവ് വേണുഗോപാൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് 2 മേഖലയിൽ നിന്നുള്ള അവതരണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ കൺവെൻഷൻ്റെ പരിഗണനയ്ക്ക് വരേണ്ടുന്ന ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള ഈ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സ്വകാര്യവൽക്കരണത്തിനെതിരായി ഈ കൺവെൻഷൻ്റെ പരിഗണനയ്ക്ക് വയ്ക്കാനുള്ള ഒരു പ്രമേയമാണ്. ആ പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സൗത്ത് സോൺ ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡന്റ് സഖാവ് പ്രീതിയോട് അഭ്യർത്ഥിക്കുന്നു. കോഴിക്കോട് ചേരുന്ന ഇൻഷുറൻസ് ജീവനക്കാരുടെ സംസ്ഥാന കൺവെൻഷൻ, സ്വകാര്യവൽക്കരണ നയങ്ങൾക്കെതിരെയുള്ള സംസ്ഥാന കൺവെൻഷനിൻ്റെ പരിഗണനയ്ക്കായി ഒരു പ്രമേയം വയ്ക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ കരുത്തും സമ്പത്തുമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി 2023 ജൂൺ 18 കോഴിക്കോട് ചേർന്ന LIC ജീവനക്കാരുടെ സംസ്ഥാന കൺവെൻഷൻ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. പൊതുമേഖലാ സ്വകാര്യവൽക്കരണ നയങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ വളർച്ചയും സാമൂഹ്യ വികാസവും സംബന്ധിച്ച് ദേശീയ വിമോചന പോരാട്ടങ്ങളിലൂടെ രൂപപ്പെട്ട സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറവേറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് വിവിധ മേഖലകളിൽ സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങൾ പിറവിയെടുത്തത്. സ്വാശ്രയത്വത്തിൽ ഊന്നിയ നാടിൻ്റെ സമഗ്ര വികസനവും ജനങ്ങളുടെ ക്ഷേമവുമാണ് പൊതുമേഖല ലക്ഷ്യമിടുന്നത്. പിന്നോക്കാവസ്ഥയിലായിരുന്ന കാർഷിക പ്രധാനമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അതിവേഗം വ്യവസായവൽക്കരിക്കാനും അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യ വികസനത്തിനും ജനക്ഷേമത്തിനുമാണ് പൊതുമേഖല ഊന്നൽ നൽകിയത്. ഇതിനായി ഗതാഗതം, വാർത്താവിനിമയം, ഊർജം, ഉൽപ്പാദന മേഖല തുടങ്ങി വിവിധ രംഗങ്ങളിൽ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ രൂപപ്പെട്ടു. LIC ഉൾപ്പെടെ പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങൾ ഇതിനാവശ്യമായ വിഭവ സമാഹരണം ഉറപ്പാക്കുകയും ചെയ്തു. ഇപ്രകാരം പൊതുമേഖല നൽകിയ വലിയ സംഭാവനയാണ് നാടിൻ്റെ വികസനം സാധ്യമാക്കിയത്. പൊതുമേഖലാ സ്വകാര്യവൽക്കരണത്തിലൂടെ ഈ വികസന സാധ്യതകളാണ് നാടിന് നഷ്ടമാകുന്നതെന്ന് ഈ കൺവെൻഷൻ വിലയിരുത്തുന്നു. അതത് രംഗങ്ങളിലെ വിജയകരമായ പ്രവർത്തനങ്ങളിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർവഹിച്ചു പോന്ന സാമൂഹ്യ ദൗത്യങ്ങൾ നിരവധിയാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക പരമാധികാരം സംരക്ഷിച്ചും സ്വാശ്രയത്വത്തിൽ ഊന്നിയ വളർച്ച എളുപ്പമാക്കിയും സർവ്വദേശീയ സമ്മർദ്ദങ്ങളിൽ നിന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിച്ചു നിർത്തുന്നത് പൊതുമേഖലയാണ്. ആഗോളതലത്തിൽ നിരവധി വൻകിട ധനകാര്യ സ്ഥാപനങ്ങൾ പോലും തകർച്ച നേരിട്ട പ്രതിസന്ധിയുടെ കാലത്തും ഇന്ത്യൻ സമ്പദ്ഘടന സുരക്ഷിതമായി നിന്നത് പൊതുമേഖലയുടെ മേൽക്കൈ ഉള്ളതുകൊണ്ടാണെന്ന് നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കാൻ വാശി കാണിച്ച ഭരണാധികാരികൾ പോലും തുറന്നു പറയാൻ നിർബന്ധിതമായത് നാം കണ്ടതാണ്. അടിസ്ഥാന സേവനങ്ങൾ സൗജന്യമായോ
താങ്ങാവുന്ന നിരക്കിലോ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിലും സമ്പത്തിന്റെ കേന്ദ്രീകരണം തടഞ്ഞുകൊണ്ട് ലഭ്യമായ വിഭവങ്ങൾ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷത്തിന്റെയും ക്ഷേമത്തിന് ആകുമാറ് വിതരണം ചെയ്യാൻ വഴിയൊരുക്കുന്നതിലും പൊതുമേഖലയുടെ പങ്ക് പ്രധാനമാണ്. വികസന കാര്യങ്ങളിൽ പ്രാദേശികമായ അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്നതിലും കഴിയുന്നത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അന്വേഷകർക്ക് പിന്തുണ നൽകുന്നതിലും പൊതുമേഖലയുടെ പങ്ക് വിലപ്പെട്ടതാണ്. നിയമനങ്ങളിൽ സംവരണ തത്വം പാലിച്ചുകൊണ്ട് പിന്നോക്ക ദുർബല വിഭാഗങ്ങൾക്ക് സുരക്ഷയൊരുക്കാനും താരതമ്യേന മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ നടപ്പിലാക്കി മാതൃകാ തൊഴിൽദാതാവ് ആകാനും പൊതുമേഖലയ്ക്ക് സാധിച്ചു. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണത്തോടെ അവ നിർവഹിച്ചു പോന്ന ഇത്തരം സാമൂഹ്യ ദൗത്യങ്ങളാണ് ഇല്ലാതാകുന്നത്. അവ നാടിൻ്റെ വളർച്ചയ്ക്കോ ജനതയുടെ ക്ഷേമത്തിനോ ഗുണകരമാവില്ല എന്ന് ഈ കൺവെൻഷൻ കാണുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്നും അവ ഖജനാവിന് ബാധ്യതയാണെന്നും ഉള്ള പ്രചരണത്തിലൂടെ പൊതുമേഖലയ്ക്കെതിരായ ഒരു ആശയപ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ടാണ് സ്വകാര്യവൽക്കരണ നടപടികൾക്ക് 90കളുടെ ആരംഭത്തിൽ സർക്കാർ തുടക്കമിട്ടത്. എന്നാൽ പിന്നീട് നാം കണ്ടത് ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ പോലും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള ശ്രമങ്ങളാണ്. അതിൻ്റെ ഭാഗമായി LIC, പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ, പൊതുമേഖലാ ബാങ്കുകൾ, റെയിൽവേ, BPCL, വൈദ്യുതി മേഖല തുടങ്ങിയവ ഒക്കെയും ഇന്ന് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭീഷണിയിലാണ്. BSNL പോലുള്ള സ്ഥാപനങ്ങളെയാവട്ടെ വികസനത്തിനുള്ള എല്ലാ സാധ്യതകളും നിഷേധിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ ആണെന്ന വാദം എത്രത്തോളം വസ്തുതാവിരുദ്ധമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് പൊതുമേഖലയുടെ പ്രവർത്തന മികവ്. കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന വാർഷിക റിപ്പോർട്ട് ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. ഏറ്റവും അവസാനം പ്രസിദ്ധീകരിച്ച 2021-22 വർഷത്തെ റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ടോട്ടൽ ഗ്രോസ് റവന്യൂ 31.95 ലക്ഷം കോടി രൂപയും ഓവറോൾ നെറ്റ് പ്രോഫിറ്റ് 2.49 ലക്ഷം കോടി രൂപയുമാണ്. അവയുടെ കൈവശം 12.40 ലക്ഷം കോടി രൂപ റിസർവ് ആൻഡ് സർപ്ലസ് ആയുണ്ട്. 1.15 ലക്ഷം കോടി രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ച ഈ സ്ഥാപനങ്ങൾ വിവിധ ഇനങ്ങളായി കേന്ദ്ര ഖജനാവിലേക്ക് 5.07 ലക്ഷം കോടി രൂപ നൽകിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് കേന്ദ്ര സർക്കാർ ഏജൻസി തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോഴും അവയെ സ്വകാര്യവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ നീതീകരണം ഇല്ലാത്തതാണെന്ന് ഈ കൺവെൻഷൻ വിലയിരുത്തുന്നു. ഉപഭോക്താക്കൾക്കും നാടിനാകെയും ഗുണകരമാകുമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഓരോ ഘട്ടത്തിലും സ്വകാര്യവൽക്കരണ ശ്രമങ്ങളെ സർക്കാർ ന്യായീകരിക്കാറുള്ളതാണ്. എന്നാൽ ഇത് തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് വിവിധ മേഖലകളിലെ അനുഭവങ്ങൾ. കുറഞ്ഞ പ്രീമിയം നിരക്കിൽ കൂടുതൽ ആകർഷകമായ പോളിസികൾ, മെച്ചപ്പെട്ട ആനുകൂല്യവും മെച്ചപ്പെട്ട സേവനവും, നാടിൻ്റെ വികസനത്തിന് വൻതോതിൽ മുതൽമുടക്ക് തുടങ്ങിയവ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചത്. എന്നാൽ അവയൊന്നും യാഥാർത്ഥ്യമായില്ലെന്ന് മാത്രമല്ല, നേരെ വിപരീത ഫലങ്ങളാണ് ഉണ്ടായത്. സമാനമായിരുന്നു ടെലികോം, പെട്രോളിയം ഉൾപ്പെടെ മറ്റു മേഖലകളിലെ വാഗ്ദാനങ്ങളും പിന്നീടുള്ള അനുഭവങ്ങളും. സ്വകാര്യ കമ്പനികളുടെ താൽപ്പര്യ സംരക്ഷണത്തിനായി പൊതുമേഖലയെ ദുർബലമാക്കലാണ് എല്ലാ രംഗത്തും സർക്കാർ സ്വീകരിച്ചു വരുന്ന നിലപാട്. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതും നാടിൻ്റെ പൊതുവായ താൽപ്പര്യത്തെ ഹനിക്കുന്നതുമാണെന്ന് ഈ കൺവെൻഷൻ വിലയിരുത്തുന്നു. ജനങ്ങളുടെ നികുതിപ്പണം ഉൾപ്പെടെ നാടിൻ്റെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് കെട്ടിപ്പടുത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കാനുള്ള ഉപാധികളാണ്. അവയെ സംരക്ഷിക്കേണ്ടത് നാട് സ്വീകരിച്ചിട്ടുള്ള ക്ഷേമരാഷ്ട്ര നിലപാടിൻ്റെയും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെയും ഭാഗമാണ്. എന്നാൽ സർക്കാരിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണം സമാഹരിക്കാനുള്ള വിൽപ്പന ചരക്ക് മാത്രമായാണ് ഇന്നത്തെ ഭരണാധികാരികൾ പൊതുമേഖലയെ കാണുന്നത്. അവർ ലക്ഷ്യമിടുന്നത് പൊതുമേഖലയെ പൂർണ്ണമായി ഇല്ലാതാക്കി എല്ലാ മേഖലകളിലും സർക്കാരിൻ്റെ സമ്പൂർണ്ണമായ പിന്മാറ്റവും ലാഭാർത്ഥി പൂണ്ട സ്വകാര്യ മൂലധനത്തിൻ്റെ സമ്പൂർണ്ണ ആധിപത്യവുമാണ്. ഈ മാറ്റം നാടിൻ്റെയോ ജനങ്ങളുടെയോ താൽപ്പര്യത്തിന് ഗുണകരമാവില്ല. അതുകൊണ്ട് പൊതുമേഖലയെ ദുർബലമാക്കുകയും അവയെ സ്വകാര്യവൽക്കരിക്കുകയും ചെയ്യുന്ന നയങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സംരക്ഷിച്ച് ശക്തിപ്പെടുത്തണമെന്നും ഈ കൺവെൻഷൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. പൊതുമേഖല സംരക്ഷിക്കപ്പെടണമെങ്കിൽ പൊതുമേഖലയുടെ നിലനിൽപ്പ് പ്രസക്തമാക്കുന്ന വികസന കാഴ്ചപ്പാടും പൊതുമേഖലയുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലവും നിലനിൽക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രസക്തി ബോധ്യപ്പെടുത്തുന്നതാണ് കേരളത്തിലെ അനുഭവങ്ങൾ. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളെ പരമാവധി ശക്തിപ്പെടുത്തിയും സംസ്ഥാനത്തുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ അവയെ ഏറ്റെടുത്തുകൊണ്ട് പൊതുമേഖലയിൽ നിലനിർത്തിയും സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനങ്ങൾ പൊതുമേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള ബദൽ സാധ്യതകൾ വ്യക്തമാക്കുന്നു. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം രാജ്യത്ത് നടപ്പിലാക്കി വരുന്ന കോർപ്പറേറ്റ് അനുകൂല നവലിബറൽ നയങ്ങളുടെ ഭാഗമായതിനാൽ ഈ നയങ്ങൾക്കെതിരായ ഐക്യസമരത്തിലൂടെ മാത്രമേ അതിനെ തടയാനാവൂ. അത്തരം ഐക്യത്തെ ദുർബലമാക്കുന്നതാണ് രാജ്യത്ത് ശക്തിപ്പെട്ടിട്ടുള്ള വർഗീയത.
അതുകൊണ്ട് തന്നെ പൊതുമേഖലാ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്നത് നവലിബറൽ സാമ്പത്തിക നയങ്ങൾക്കും വർഗീയതയ്ക്കും എതിരായ വിശാലമായ പോരാട്ടം കൂടിയാവണം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അത്തരം വിശാലമായ ഐക്യനിരയിൽ കണ്ണിചേരാൻ ഈ കൺവെൻഷൻ എല്ലാ ദേശസ്നേഹികളോടും ആഹ്വാനം ചെയ്യുന്നു. സഖാക്കളെ, ഈ കൺവെൻഷൻ നമ്മുടെ പരിഗണനയ്ക്കുള്ള പ്രമേയമാണ് സഖാവിടെ അവതരിപ്പിച്ചത്. അത് കൺവെൻഷൻ തുടർന്നുള്ള നടപടിക്രമങ്ങളിൽ അതിൻ്റെ പരിഗണനയിലേക്ക് വരും. അതിനു മുമ്പായി ഈ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള അവതരണം ഈ കൺവെൻഷൻ ഉണ്ടാവേണ്ടതുണ്ട്. ആദ്യം BSNL എംപ്ലോയീസ് യൂണിയൻ്റെ കേരള സർക്കിൾ സെക്രട്ടറി സഖാവ് M. വിജയകുമാറിനെ ഈ കൺവെൻഷനിൽ അദ്ദേഹത്തിൻ്റെ ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷണം പങ്കുവയ്ക്കുന്നതിന് ക്ഷണിക്കുകയാണ്. ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ നേതാവ് സഖാവ് വേണുഗോപാൽ ഈ പരിപാടിയിൽ സംസാരിക്കുന്ന കൊച്ചിൻ റിഫൈനറി ജീവനക്കാരുടെ സംഘടനാ നേതാവ് സഖാവ് അജി, സഖാവ് കുഞ്ഞികൃഷ്ണേട്ടൻ, സഖാവ് ബിജു, LIC എംപ്ലോയീസ് യൂണിയൻ്റെ, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രിയമുള്ള നേതാക്കളെ, സഖാക്കളെ, ആദ്യം എല്ലാ സഖാക്കളെയും BSNL എംപ്ലോയീസ് യൂണിയന് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യാം. ഇത്തരമൊരു വിഷയം തിരഞ്ഞെടുക്കുകയും സമ്മേളനത്തിൽ ചർച്ചയാക്കുകയും ചെയ്തിട്ടുള്ള LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെ വിശദമായി തന്നെ സഖാവ് വേണുഗോപാൽ ഇവിടെ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഏതൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനും പൊതുമേഖലയുടെ സംരക്ഷണവും പൊതുമേഖലയുടെ പ്രശ്നങ്ങളും വിവരിക്കണമെന്നുണ്ടെങ്കിൽ BSNLനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രമേ ഇന്ന് അവരുടെ പ്രസംഗം പൂർത്തിയാവൂ. അപ്പോൾ ആ അർത്ഥത്തിൽ എൻ്റെ ജോലി കുറയുകയും അതിൻ്റെ ഒരുപാട് ഉത്തരവാദിത്വം സഖാവ് വേണുഗോപാൽ ഏറ്റെടുക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും നമ്മൾ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പൊതുമേഖലയോടുള്ള ഗവൺമെൻറ് നയമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, പബ്ലിക് സെക്ടേഴ്സ് ആർ ദ ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ. വളരെ പവിത്രമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു നിലപാടാണ് അന്ന് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ പ്രധാനമന്ത്രി പബ്ലിക് സെക്ടേഴ്സ് ആർ ബോൺ ടു ഡൈ എന്ന് വെച്ചാൽ ഏതോ കാരണം കൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടായി, അത് എല്ലാം തന്നെ മരിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ കൊല്ലും എന്നുള്ള പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോയി. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ എങ്ങനെ തകർക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് BSNL തന്നെയാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗമായിരുന്ന BSNLൻ്റെ കാര്യം സഖാവ് വേണുഗോപാൽ പറഞ്ഞു. BSNL എങ്ങനെയാണ് ഒരു പൊതുമേഖലാ സ്ഥാപനമായി മാറുന്നതെന്നും എങ്ങനെയാണ് ആ പൊതുമേഖലാ സ്ഥാപനം ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയിട്ടുള്ളത് എന്ന് ഉള്ള ചില ചുരുക്കം കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, സമയപരിമിതി എല്ലാം ഉള്ളതുകൊണ്ട്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ള നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായാണ് ഇന്ന് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള BSNL ഇത്രയും വലിയ തകർച്ചയും വികസന മുരടിപ്പും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. 1994 ആദ്യമായി ഇന്ത്യ രാജ്യത്ത് പുതിയ ടെലികോം പോളിസി പ്രഖ്യാപിക്കുന്നത്. അതിനു മുമ്പ് ഇന്ത്യൻ ടെലിഗ്രാഫ് നിയമം അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ സേവനം നൽകിയിരുന്നെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 1994 കേന്ദ്ര ഗവൺമെന്റ് പുതിയ ടെലികോം നയം പ്രഖ്യാപിക്കുന്നു. ആ നയം എന്നുള്ളത് 1991 പ്രഖ്യാപിച്ചിട്ടുള്ള നവ ഉദാരവൽക്കരണ നയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകുന്നത്. അന്ന് പ്രഖ്യാപിച്ച നയത്തിൽ 3 കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഒന്ന്, ആവശ്യക്കാരന് ഉടൻ തന്നെ ടെലിഫോൺ സേവനം കൊടുക്കണം. അതിന് മുമ്പുള്ള കാര്യം നിങ്ങൾക്കറിയാം, ഒരു ടെലിഫോണിന് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കാലങ്ങളായി വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുകയും അതിനുശേഷം മാത്രമേ കണക്ഷൻ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യപ്പെട്ട ഉടനെ തന്നെ ടെലിഫോൺ സേവനം കൊടുക്കണം എന്നുള്ളതായിരുന്നു ഒന്നാമത്തേത്. രണ്ടാമതായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം അഫോർഡബിൾ റേറ്റിൽ, ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ ജനങ്ങൾക്ക് താങ്ങാവുന്ന നിരക്കിലുള്ള ടെലിഫോൺ സേവനം കൊടുക്കണം.
ഈ രണ്ട് കാര്യത്തിനോടും ആർക്കും തന്നെ ഒരു വിയോജിപ്പും ഉണ്ടാവില്ല. കാരണം എല്ലാവരും തന്നെ അതിനെ അംഗീകരിക്കുന്നതാണ്. പെട്ടെന്ന് ടെലിഫോൺ കിട്ടണമെന്നതും ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ ടെലിഫോൺ കിട്ടണം എന്നുള്ളതും എല്ലാവരുടെയും ആഗ്രഹമാണ്. എന്നാൽ അതിന്റെ മൂന്നാമത് ഭാഗമായി പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഈ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയെ സ്വകാര്യവൽക്കരിക്കണം. ഇന്നത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷന് ഈ സേവനം കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇതിനെ സ്വകാര്യവൽക്കരിക്കണം എന്നുള്ള നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു. അതിനോട് ഇന്ത്യയിലുള്ള മിക്ക ആളുകളും തന്നെ അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യ രാജ്യത്ത് രണ്ടാം നിരയുടെ പ്രതിരോധത്തിന്റെ രണ്ടാം നിര എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നു എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടിയാണ് കണ്ടത്. എന്നാൽ ഗവൺമെന്റ് അവരുടെ നയവുമായിട്ട് മുന്നോട്ട് പോയി 1995 നമ്മുടെ രാജ്യത്ത് ആദ്യമായി മൊബൈൽ സേവനം ആരംഭിച്ചു. മൊബൈൽ സേവനം ആരംഭിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു മൊബൈൽ സേവനം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ കൂടി ആരംഭിക്കുന്നു. അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ മൊബൈൽ സേവനം ആരംഭിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ അതുണ്ടായില്ല. സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് മാത്രമായി ഈ മൊബൈൽ സേവനം, മൊബൈൽ എന്നുള്ളത് ആധുനിക സേവനമാണ്, ഇന്നത്തെ പഴഞ്ചൻ സേവനമല്ല. അതുകൊണ്ട് തന്നെ ആധുനിക സേവനം എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല, സ്വകാര്യ കമ്പനികൾ മാത്രം കൊടുത്താൽ മതി എന്നുള്ള നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു. പിന്നീട് അന്ന് മുതൽ തന്നെ 1995 മുതൽ തന്നെ ഈ രാജ്യത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ മൊബൈൽ സേവനം ആരംഭിക്കണം എന്നുള്ള രീതിയിൽ വലിയ പ്രക്ഷോഭവും പ്രതിഷേധവും നടത്തിയതിനു ശേഷമാണ് 2002 BSNL മൊബൈൽ സേവനം. അതിനു മുമ്പായി തന്നെ BSNL എന്നുള്ള പൊതുമേഖലാ സ്ഥാപനം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷനെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി അന്ന് ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം സർവീസസും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം ഓപ്പറേഷൻസ് എന്നുള്ള രണ്ട് വിഭാഗമായിട്ട് ആദ്യം മാറ്റി ഈ രണ്ടിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് BSNL എന്ന പൊതുമേഖലാ സ്ഥാപനം നിർമ്മിച്ചു. അന്ന് BSNL എംപ്ലോയീസ് യൂണിയൻ പോലുള്ള സംഘടന ഒരു കാര്യം പറഞ്ഞു, ഇത് സ്വകാര്യവൽക്കരണത്തിന്റെ ആദ്യപടിയാണ്. അപ്പൊ പലരും വിചാരിച്ചു അങ്ങനെയല്ല, ജീവനക്കാർക്ക് മെച്ചപ്പെട്ട ആനുകൂല്യം അവർ വാഗ്ദാനം ചെയ്തിരുന്നു. 2500 രൂപ അന്ന് മിനിമം അടിസ്ഥാന ശമ്പളം ഉള്ളപ്പോഴാണ് 1000 രൂപ നിങ്ങൾക്ക് അധികമായി ഞങ്ങൾ തരുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം അവർ നടത്തി. അപ്പോൾ പലരും തന്നെ അതിൽ ആകർഷകരാകുകയും ഇത് നല്ലൊരു കാര്യമാണ്, കാരണം ഗവൺമെന്റ് നമ്മൾക്ക് ശമ്പളം കൂട്ടി തരുന്നു, അപ്പൊ അതുകൊണ്ട് ഒരു പൊതുമേഖല എന്നുള്ളത് നല്ലതാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അന്ന് നമ്മൾ ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി. എന്നാൽ 2002 വലിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്ത് BSNL മൊബൈൽ സേവനം ആരംഭിച്ചതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്ത് ടെലികോം സേവനത്തിന്റെ നിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് മുമ്പ് സഖാവ് പറഞ്ഞല്ലോ, ഔട്ട് ഗോയിങ് കോളിന് 1 മിനിറ്റിന് 16 രൂപ ചാർജ് ഈടാക്കിയിരുന്നു, ഇൻകമിംഗ് കോളിന് 1 മിനിറ്റിന് 8 രൂപ ചാർജ് ഈടാക്കിയിരുന്നു. എന്നാൽ BSNL സേവനം ആരംഭിക്കുന്ന ആദ്യം തന്നെ 1 മിനിറ്റ് ഔട്ട് ഗോയിങ് വിളിക്കുന്നതിന് 3 രൂപ ചാർജും ഇൻകമിംഗ് കോളുകൾ പൂർണ്ണമായിട്ടും സൗജന്യമാക്കിക്കൊണ്ടാണ് BSNL അതിന്റെ സേവനം ആരംഭിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, BSNLന്റെ വരവോടുകൂടി മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് ഈ ടെലികോം നിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ അത് മാത്രമല്ല, ടെലികോം എന്നുള്ളത്, ഈ മൊബൈൽ സേവനം എന്നുള്ളത് ജനകീയമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് BSNLന്റെ വരവോടുകൂടിയാണ്. BSNL വന്ന് BSNL അതിന്റെ പ്രവർത്തനം ആരംഭിച്ച് 2 വർഷം കൊണ്ട് തന്നെ 2002 BSNL ഈ രംഗത്തേക്ക് വരികയും 2005 കൂടി തന്നെ BSNL ഈ മൊബൈൽ സേവന രംഗത്ത് 1ാം സ്ഥാനത്ത് എത്തുന്ന സാഹചര്യം ഉണ്ടായി. അന്നത്തെ മാർക്കറ്റ് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ആ 2005 മാർക്കറ്റ് ഷെയർ എന്നുള്ളത് BSNLന് 47.69% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അത് സ്വകാര്യ ടെലികോം കമ്പനികളുണ്ട്. അപ്പോൾ 47.69% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു. ഇന്ന് എത്രയാണെന്നറിയാം? ഇത് 9.06% മാത്രം മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു പൊതുമേഖലയായിട്ട് മാറി. അതിന് കാരണം 2005 BSNL 1ാം സ്ഥാനത്ത് എത്തുന്നു എന്ന് കണ്ടതോടുകൂടി തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബോധപൂർവ്വം ഇടപെട്ടുകൊണ്ട് അതിന്റെ വികസനം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. ആദ്യം 4.5 കോടി കണക്ഷൻ നൽകാൻ വേണ്ടിയിട്ടുള്ള ടെൻഡർ നടപടി BSNL ആരംഭിച്ചു. പിന്നീട് 9 കോടി കണക്ഷൻ നൽകാൻ വേണ്ടിയിട്ടുള്ള ടെൻഡർ നടപടി, ഈ 2 ടെൻഡറും കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തി. അതിന് പ്രധാന കാരണം BSNL വളരാൻ പാടില്ല എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. BSNL വളർന്നു കഴിഞ്ഞാൽ സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ഗവൺമെന്റിന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആ തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. 2007 BSNL ജീവനക്കാർ വലിയ ഒരു പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭം എന്നുള്ളത് ഇന്ത്യ രാജ്യത്തുള്ള ഈ BSNL മേഖലയിലുള്ള മുഴുവൻ ജീവനക്കാരും, ഏറ്റവും ഉയർന്ന ITS ജീവനക്കാർ ഒഴികെയുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് ഈ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ഒരു പ്രക്ഷോഭം നടത്തി. അതിന്റെ ഭാഗമായി പകുതി ടെൻഡർ 4.5 കോടി എന്നുള്ളത് 2.25 കോടി ടെൻഡർ അനുവദിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും BSNL നിലനിൽക്കുന്നത് എന്നുള്ള കാര്യമാണ്. 2007 BSNLന്റെ
വരുമാനം എന്നുള്ളത് ഒരു വർഷം 40,000 കോടി രൂപ വരുമാനമാണ്. ഒരു വർഷം 10,000 കോടി രൂപ ലാഭമാണ്. BSNLന്റെ റിസർവ് ഫണ്ടിൽ 40,000 കോടിയിലധികം രൂപ ഉണ്ട്. ഇങ്ങനെയുള്ള വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം കൊണ്ട് മാത്രമായിട്ട് ഈ തകർച്ച നേരിട്ടത്. ഇതിൽ ചേർന്നിട്ടുള്ള ചില നയ സമീപനങ്ങൾ മാത്രം നോക്കിയാൽ മതി. BSNLനെ തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നുള്ള നയ സമീപനങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഒന്ന്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ടെലികമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ആഗോളതലത്തിൽ തന്നെ വലിയ സാമ്പത്തിക ശക്തിയുള്ള ആളുകൾ നടത്തുന്ന സേവനമാണ്. അപ്പൊ ഇന്ത്യയിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾക്ക് വലിയ രീതിയിൽ സാമ്പത്തിക സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. എന്നാൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന നിയമങ്ങൾ തടസ്സമായിരുന്നു. അത് കേന്ദ്ര ഗവൺമെന്റ് ബോധപൂർവ്വം ഇടപെട്ടുകൊണ്ട് തന്നെ ഈ നിയമങ്ങളെല്ലാം തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഇന്ന് 100% വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. ആദ്യം അത് 26% മാത്രമായിരുന്നു. അപ്പൊ അങ്ങനെ ഘട്ടം ഘട്ടമായി ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി BSNL എന്ന പൊതുമേഖലാ സ്ഥാപനത്തിനെ തകർക്കുകയാണ്. 2010 ശേഷം BSNL നഷ്ടത്തിലേക്ക് പോയി. നഷ്ടം എന്നുള്ളത് വളരെ ബോധപൂർവ്വം ഉണ്ടാക്കിയില്ല. അതിന് കാരണം എന്താ? വികസിക്കാൻ അനുവദിക്കാതെ കേന്ദ്ര ഗവൺമെന്റ് ഓരോ ഘട്ടത്തിലും ഇടപെട്ടുകൊണ്ട് സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് വലിയ സഹായം ഒരു ഭാഗത്ത് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് BSNL നട്ടത്. ഇന്നിപ്പോ നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത് ആകെ 3 സ്വകാര്യ ടെലികോം കമ്പനികൾ മാത്രമേ ഉള്ളൂ. ജിയോ ഉണ്ട്, എയർടെൽ ഉണ്ട്, വോഡഫോൺ ഐഡിയ എന്ന് പറയുന്ന 3 കമ്പനികൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, നമ്മുടെ രാജ്യത്ത് 14 സ്വകാര്യ ടെലികോം കമ്പനികൾ മാത്രം ഉണ്ടായിരുന്നു. ആ 14 സ്വകാര്യ ടെലികോം കമ്പനികൾ ഇന്ന് എവിടെ എത്തിയെന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം. കാരണം ഈ സ്വകാര്യ കമ്പനികളെല്ലാം തന്നെ വലിയ വലിയ ആളുകൾ വിഴുങ്ങുകയും ഇന്ന് റിലയൻസ് ജിയോന്റെ മാർക്കറ്റ് ഷെയർ 37% വർദ്ധിക്കുകയും BSNLന്റെ മാർക്കറ്റ് ഷെയർ 9% എത്തുകയും ചെയ്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നയം തന്നെയാണ്. അങ്ങനെ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് വരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള രീതിയിൽ ആ സ്ഥാപനത്തിലെ ജീവനക്കാരോട് വളരെ വിവേചനപരമായിട്ടുള്ള സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു. നിങ്ങൾക്ക് ശമ്പളം കൃത്യമായിട്ട് തരുന്നില്ല, നഷ്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്നുള്ളത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ മാത്രം നടത്തുന്ന പ്രവർത്തനമാണ്. നിങ്ങളിപ്പോ അറിയാം, ഒറീസയിൽ തീവണ്ടി ദുരന്തം ഉണ്ടായി. അവിടെ മൊബൈൽ ടവറുകളില്ല. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു നാളെ അവിടെ ഒരു മൊബൈൽ ടവർ സ്ഥാപിക്കണമെന്നു. BSNL ആണ് അതിന് മുൻകൈ എടുത്തുകൊണ്ട് പിറ്റേ ദിവസം അവിടെ മൊബൈൽ ടവർ സ്ഥാപിക്കുകയും കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടി ഇന്ത്യ രാജ്യത്ത് മുഴുവൻ സേവനം നടത്തുന്ന ഈ പൊതുമേഖലയോട് എല്ലാ കാലത്തും വിവേചനപരമായിട്ടുള്ള സമീപനം മാത്രം എടുത്ത് മുന്നോട്ട് പോയി. അതിന്റെ ഭാഗമായി നഷ്ടത്തിലേക്ക് പോയി. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രതീതി ഉണ്ടാക്കി. അങ്ങനെ ബോധപൂർവം ഈ ശമ്പളമില്ല എന്നുള്ളതും ഈ സ്ഥാപനം പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായി VRS എന്നുള്ള പദ്ധതി ഇവിടെ കൊണ്ടുവന്നപ്പോൾ 80,000 ആളുകൾ VRS എടുത്തു പോയി. വേറെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ രാജ്യത്ത് ഒരു സ്ഥാപനത്തിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അതുപോലെ 80,000 ആളുകളാണ് VRS എടുത്തു പോയില്ല. അതിന് പ്രധാന കാരണം ശമ്പളം കിട്ടുന്നില്ല. VRS എടുത്ത് പോയി കഴിഞ്ഞാൽ നാളെ പെൻഷൻ കിട്ടും എന്നുള്ള ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ എന്നുള്ളത് ഇന്നും കേന്ദ്ര ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അതിനടിസ്ഥാനപ്പെടുത്തി എല്ലാവരും തന്നെ VRS എടുത്തു പോയി. ആ VRS എടുത്ത് പോയതോടുകൂടി തന്നെ ഈ സ്ഥാപനം പൂർണ്ണമായിട്ട് തകർച്ചിരുന്നില്ല. നിങ്ങൾ ജീവനക്കാരുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി. 2000 BSNL രൂപീകരിക്കുമ്പോൾ 3,90,000 ജീവനക്കാരുണ്ട്. ഇന്ന് 60,000 ആണ്. ഇന്ന് 60,000 ജീവനക്കാരിലേക്ക് 3,90,000 ജീവനക്കാരുണ്ടായിരുന്നത് ഈ 60,000 എത്തി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പ്രവർത്തനം കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യമാണ്. ഇന്ന് VRS നൽകി അതിന്റെ പ്രവർത്തനം എല്ലാം തന്നെ അവസാനിപ്പിച്ചതോടുകൂടി ഈ രംഗത്തുള്ള മുഴുവൻ ജോലികളും തന്നെ സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. ഇന്ന് ഒരു ജോലിയും സ്ഥിരം ജീവനക്കാർ ചെയ്യുന്ന ജോലികൾ വളരെ കുറവാണ്. ഓഫീസുകളിൽ വളരെ കുറച്ച് ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ആളുകളുണ്ട് എന്നല്ലാതെ ഇന്ന് ലാൻഡ് ലൈൻ സേവനം കൊടുക്കുന്നത്, ലാൻഡ് ലൈൻ കണക്ഷൻ കൊടുക്കുന്നത്, ലാൻഡ് ലൈൻ മെയിൻ്റനൻസ് നടത്തുന്നത്, BTS ഇപ്പോൾ ടവറുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ബാറ്ററി ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് ടവറുകൾ ഡൗൺ ആകും. ഈ ടവറുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് വിഭാഗം, എല്ലാ ജോലികളും തന്നെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട് ഇന്ന് വലിയ പ്രതിസന്ധിയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാന പ്രതിസന്ധി എന്നുള്ളത് BSNL വളരാൻ കഴിയുന്നില്ല. BSNL ഇന്നും 3G അടിസ്ഥാനത്തിലുള്ള സേവനം കൊടുക്കുന്നു. 4G സേവനം ഇന്ത്യ രാജ്യത്ത് 2014 ആരംഭിച്ചത്. റിലയൻസ് ജിയോ എന്ന് പറയുന്ന കമ്പനി 2016 ഇന്ത്യ രാജ്യത്ത് സേവനം ആരംഭിക്കുന്നത്. അതിന് മുമ്പ് അംബാനിയുടെ അനിയൻ അംബാനിയായിരുന്നു, ഇപ്പോൾ ഏട്ടൻ അംബാനിയാണ്. അപ്പൊ ഈ റിലയൻസ് ജിയോ എന്ന് പറയുന്ന കമ്പനി 2016 സേവനം ആരംഭിച്ചതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നിയമനിർമ്മാണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവർ 37% മാർക്കറ്റ് ഷെയറുള്ള ആൾ. അവർക്ക് 4G മാത്രമേ ഉള്ളൂ. അവർ 2016 ജനിക്കുന്നതന്നെ 4G അടിസ്ഥാനത്തിൽ. എന്നാൽ BSNLനോട് ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾ 4G ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ പാടുള്ളൂ.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഇന്ന് ടെലികമ്മ്യൂണിക്കേഷൻ സേവനം നൽകുന്ന എല്ലാ സ്വകാര്യ കമ്പനികളും അവരുടെ എല്ലാ ഉപകരണങ്ങളും വിദേശ നിർമ്മിതമാണ്. വിദേശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് മൊബൈൽ സേവനം നടക്കുന്നത്. അത് നോക്കിയ ആയിരിക്കും, എറിക്സൺ ആയിരിക്കും, ഇല്ലെങ്കിൽ സാംസങ് ആയിരിക്കും, ഇല്ലെങ്കിൽ ചൈനീസ് കമ്പനികളായിട്ട് സെറ്റി, ഹുവാവെ തുടങ്ങിയിട്ടുള്ള വിവിധ വിദേശ കമ്പനികളുടെ ഉപകരണം ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ രാജ്യത്ത് എല്ലാ സ്വകാര്യ കമ്പനികളും സേവനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ 5G നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട്, ജിയോ ആരംഭിച്ചിട്ടുണ്ട്, എയർടെലും 5G ആരംഭിച്ചിട്ടുണ്ട്. ഈ 5G ആരംഭിച്ചിട്ടുള്ള ഈ സ്വകാര്യ കമ്പനികളും അവരുടെ പ്രവർത്തനം നടത്തുന്നത് വിദേശ സാങ്കേതിക വിദ്യ വെച്ചിട്ടാണ്, വിദേശ ഉപകരണം വെച്ചിട്ടാണ്. അപ്പോൾ BSNL ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നത് നിങ്ങൾ വിദേശ ഉപകരണം ഉപയോഗിക്കാൻ പാടില്ല. 4G സേവനം ആരംഭിക്കാൻ വേണ്ടി ഇത്ര കാലം വൈകി. നമ്മുടെ രാജ്യത്തെ BSNL കൈവശമുള്ള ടവർ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 4G സേവനം കൊടുക്കാൻ കഴിയും. BSNL ജീവനക്കാർ അതെല്ലാം ആവശ്യപ്പെട്ടപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതെല്ലാം തള്ളിക്കളയുന്നു. ഇപ്പോൾ BSNL നിങ്ങൾ 4G സേവനം ആരംഭിക്കണമെങ്കിൽ ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ചിട്ടുള്ള സാധനം മാത്രമേ പാടുള്ളൂ. 2020 തന്നെ BSNL ടാറ്റ കൺസൾട്ടൻസി സർവീസസിന് ഇതിനു വേണ്ടിയിട്ട് ടെൻഡർ കൊടുത്തു. അവരോട് പറഞ്ഞു നിങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ പറഞ്ഞു. ഇപ്പം 3 വർഷമായിട്ടും അവരുടെ വികസനം പൂർണ്ണമായിട്ടില്ല എന്ന് മാത്രമല്ല, അവരിപ്പോഴും അതിന്റെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഭാഗമായി BSNL വരിക്കാർ വലിയ രീതിയിൽ പോവുകയാണ്. ഇപ്പോൾ 2022 മാത്രം 77 ലക്ഷം വരിക്കാരാണ് BSNL ഒഴിവായി പോയിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ ഇന്നത്തെ MNP എന്ന് പറയുന്നത് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി. ഇപ്പോൾ ഇൻഷുറൻസിലും അത്തരം പോർട്ടബിലിറ്റി വരുന്നു എന്നാണ് പറയുന്നത്. അല്ല, നമ്മൾ കാണേണ്ട എന്താ, ഈ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ഉപയോഗിച്ച് ഓരോ മാസവും 1 കോടിയോളം ആളുകൾ പോർട്ട് ഔട്ട് നടത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ മറ്റ് ഓരോ കമ്പനികൾക്ക് മാറി മാറി പോകുന്നുണ്ട്. ഇതുവരെ 80 കോടി ആളുകളാണ് ഇന്ത്യ രാജ്യത്ത് മൊബൈൽ സേവന രംഗത്ത് നിന്ന് പോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതായത് അങ്ങോട്ട് വേറെ ഏതെങ്കിലും കമ്പനികൾക്ക് മാറാം മൊബൈൽ നമ്പർ നിലനിർത്തിക്കൊണ്ട് ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായിട്ട് ആളുകൾ മറ്റ് കമ്പനികളിലേക്ക് പോകുന്നു. BSNL നിന്നും 4G ആരംഭിക്കാൻ വേണ്ടി കഴിയാത്തതായി. അപ്പോഴാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വലിയ പ്രഖ്യാപനങ്ങൾ വരുന്നത്. നിങ്ങളെല്ലാം പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും 2 ദിവസം മുമ്പ്. BSNL വീണ്ടും സാമ്പത്തിക സഹായം 89,047 കോടി രൂപയുടെ സാമ്പത്തിക സഹായം എന്നാ പറഞ്ഞത്. ഇപ്പൊ എല്ലാവരും വിചാരിക്കുക എന്താ, ഇവര് നന്നാവില്ല, കാരണം ഗവൺമെന്റ് ഇങ്ങനെ കൊടുക്കുകയാണ്. 2019 69,000 കോടിയുടെ ഒരു റിവൈവൽ പാക്കേജ് പ്രഖ്യാപിച്ചു. 2022 1,64,000 കോടിയുടെ റിവൈവൽ പാക്കേജ് പ്രഖ്യാപിച്ചു. 2022 ബഡ്ജറ്റിൽ 40,000 കോടി പ്രഖ്യാപിച്ചു. 2023 ബഡ്ജറ്റിൽ 44,000 കോടി പ്രഖ്യാപിച്ചു. ഇപ്പൊ വീണ്ടും ഇതാ 89,000 കോടി രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതെല്ലാം കൂട്ടി നോക്കിയാൽ ഏകദേശം 4 ലക്ഷം കോടി വരും. BSNL ആസ്തി പോലും അത്ര ഇല്ല. ആ ആസ്തിനേക്കാൾ കൂടുതൽ BSNL സാമ്പത്തിക സഹായം ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. എന്താ സാമ്പത്തിക സഹായം ഇവിടെ പറഞ്ഞല്ലോ, പേപ്പറിൽ മാത്രമാണ്. 89,000 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്പെക്ട്രം കൊടുക്കാൻ വേണ്ടി. സ്പെക്ട്രത്തിന്റെ പ്രത്യേകത എന്താ, ഇന്ത്യ രാജ്യത്ത് 5Gക്ക് വേണ്ടിയിട്ട് സ്പെക്ട്രം ലേലം ചെയ്തു. ഗവൺമെന്റ് പറഞ്ഞു 5 ലക്ഷം കോടി രൂപ ഈ സ്പെക്ട്രം ലേലത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്നത്. ലേലം കഴിഞ്ഞ് വന്നപ്പോൾ അവർക്ക് കിട്ടിയത് ആകെ 1.5 ലക്ഷം കോടിയാണ്. ഈ 3 സ്വകാര്യ കമ്പനികൾ ലേലത്തിൽ പങ്കെടുത്തു. അതല്ലാതെ അദാനിയും പങ്കെടുത്തിട്ടുണ്ട്. അദാനിയും ഈ 5G സ്പെക്ട്രം കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് 1.5 ലക്ഷം കോടിയാണ്. അപ്പോഴാണ് BSNL പറയുന്നത് അത് കൈവശം കുറെ സ്പെക്ട്രം വെറുതെ കിടക്കുക. അപ്പൊ ഈ സ്പെക്ട്രം നിങ്ങൾക്ക് ഞങ്ങൾ തന്നു, അതിന് 89,047 കോടി രൂപ കണക്ക്. കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, 40,000 44,000 കോടി ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു പൈസ പോലും BSNL കൊടുത്തിട്ടില്ല. ആകെ BSNL കൊടുത്തിട്ടുള്ള പണം എന്നുള്ളത് 80,000 ജീവനക്കാരെ VRS കൊടുത്ത് പറഞ്ഞയക്കാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം, അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ എന്നുള്ള രീതിയിലുള്ള പണമല്ലാതെ BSNL ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് വളരെ സാധാരണഗതിയിൽ ചിന്തിച്ചറിയാം, ഇത്രയും വലിയ സാമ്പത്തിക സഹായം കൊടുത്തിട്ടും ഈ സ്ഥാപനം നന്നാവില്ല. ഇന്നും BSNL നട്ടത്തിൽ നിന്ന് നട്ടത്തിലേക്ക് പോകുന്നു. ഈ വർഷവും നട്ടം രേഖപ്പെടുത്തുന്നു. 2019 VRS കൊണ്ടുവരുമ്പോൾ പറഞ്ഞത് ഈ സ്ഥാപനത്തിന്റെ ശാപം എന്നുള്ളത് ഇവിടെയുള്ള ജീവനക്കാരാണ്. അന്ന് 1,65,000 ജീവനക്കാരുണ്ട്. ഇവരുടെ ശമ്പളമാണ്, ഇവിടെ ഈ സ്ഥാപനത്തെ മുടിക്കുകയാണ്. അതുകൊണ്ട് ഇവരെ എല്ലാം തന്നെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനം മെച്ചപ്പെടുന്നു. എന്നാൽ ഇന്ന് 2023 ആയിട്ടും സ്ഥാപനം മെച്ചപ്പെട്ടില്ല. അതിന് പ്രധാന കാരണം ഒരു സേവനവും ഒരു വികസനവും നടത്താൻ കഴിയാതെ BSNL പ്രയാസപ്പെടുന്നു. വരുമാനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ BSNL നിലനിൽപ്പുള്ളൂ. ആ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കുന്ന എല്ലാ നടപടികളും സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് അനുകൂലമായിട്ടുള്ള നടപടികളാണ്. അവർക്ക് വേണ്ടി സ്പെക്ട്രം സൗജന്യമായിട്ട് കൊടുക്കുന്നു. അവർക്ക് വേണ്ടി അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂവിൽ സുപ്രീം കോടതിയുടെ ഉത്തരവടക്കം മറികടന്നുകൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ സ്വകാര്യ കമ്പനികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുകയും മറുഭാഗത്ത് BSNL എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയം രൂപീകരിച്ചു പോകുക. അതിന്റെ ഭാഗമായിട്ടാണ്
BSNL ഇന്ന് തകർച്ച നേടുന്നത്. നമ്മൾ ഏതൊരു വിദ്യാർത്ഥിയായാലും ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനായാലും ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എങ്ങനെ തകർച്ചയെ നേരിടുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. BSNLനെ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ ആസ്തിയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ഇന്നത്തെ തീരെ ആസ്തിയില്ലാത്ത ഒരു പൊതുമേഖലാ സ്ഥാപനവും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം മാറ്റിയിട്ടുള്ളത് ഈ നയമാണ്. 3,90,000 ജീവനക്കാരുണ്ടായിരുന്നത് ഇന്ന് 60,000 ആക്കി. ഓരോ വർഷവും റിക്രൂട്ട്മെന്റ് നടന്നിരുന്ന മേഖലയാണ്. ആ മേഖലയിൽ ജീവനക്കാരുടെ എണ്ണം 3,30,000-ലധികം കുറച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് BSNL. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പെൻഷൻ ഉണ്ടായിരുന്നു, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉണ്ടായിരുന്നു. ആ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മാറി ഇന്ന് 2000-ന് ശേഷം വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സംവിധാനത്തിലേക്ക് മാറിയിട്ടുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ഏറ്റവും വലിയ ഒരു പൊതുമേഖലാ സ്ഥാപനം, രാജ്യത്ത് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന, വികസിക്കാൻ കഴിയുന്ന ആ പൊതുമേഖലാ സ്ഥാപനത്തെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് നയമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ രീതിയിൽ ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ നടത്തുന്ന പോരാട്ടം ഈ കഴിഞ്ഞ 23 വർഷവും ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടും സംരക്ഷണവുമായി ബന്ധപ്പെട്ടും നിരവധി പ്രക്ഷോഭ പരിപാടികൾ BSNL എംപ്ലോയീസിന് അടക്കം സംഘടന നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ സംഘടന നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും LIC എംപ്ലോയീസ് യൂണിയന്റെ വലിയ രീതിയിലുള്ള സഹായമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സഖാവ് വേണുഗോപാൽ അവസാനിപ്പിച്ച എടുത്ത് ഞാൻ പറയുകയാണ്, ഐക്യം മാത്രമേ ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയൂ. BSNLലെ ജീവനക്കാരുടെ ഐക്യമാണ് ഈ സ്ഥാപനത്തെ ഇന്നുവരെ നിലനിർത്തിയിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങളുടെ സ്ഥാപനമായാലും നമ്മുടെ സ്ഥാപനമായാലും എല്ലാം പൊതുമേഖലാ സംരക്ഷണം എന്നുള്ള മുദ്രാവാക്യം വെച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഏറ്റവും കരുത്തുറ്റ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ സർക്കാരിൻ്റെ നയങ്ങളിലൂടെ രാഷ്ട്രീയ നിലപാടുകളിലൂടെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളായിട്ട് BSNLന്റെ അനുഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത് തന്നെയാണ് ഇന്ത്യയിലെ ഊർജ്ജ മേഖലയിൽ, പെട്രോളിയം മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രമേയത്തിൻ്റെ അടിസ്ഥാനമാക്കി രണ്ടാമത്തെ അവതരണം ഇവിടെ നടത്തുന്നത് സഖാവ് MG അജിയാണ്. CITUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, കൊച്ചിൻ റിഫൈനറി വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതാവാണ്. സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചിട്ട് എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഇൻഷുറൻസ് മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി LICയെ സംരക്ഷിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ട് എന്നുള്ള ഒരു വലിയ ക്യാമ്പയിൻ നമ്മൾ ആരംഭിച്ചപ്പോൾ എറണാകുളത്ത് നമുക്ക് വലിയ പിന്തുണ നൽകിയിട്ടുള്ള സഖാവ് കൂടിയാണെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് സഖാവ് അജിയെ ഈ കൺവെൻഷനിൽ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ സഖാവ് VP കൃഷ്ണൻ, കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കോമ്രേഡ് വേണുഗോപാൽ, ഇവിടെ വിഷയം അവതരിപ്പിച്ച BSNL എംപ്ലോയീസ് യൂണിയന്റെ നേതാവ് കൂടിയായിട്ടുള്ള സഖാവ് വിജയകുമാർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട LIC എംപ്ലോയീസ് യൂണിയന്റെ സഖാക്കളെ, സുഹൃത്തുക്കളെ, നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും സമ്മേളനത്തിനോടനുബന്ധിച്ച് പൊതുമേഖലാ സംരക്ഷണത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്തിയത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമായി ഞാൻ കണക്കാക്കുകയാണ്. ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ മേടിച്ച ട്രെയിൻ ടിക്കറ്റിൽ അതിൻ്റെ പുറകുവശത്ത് എഴുതി വച്ചിട്ടുണ്ട്, റെയിൽവേക്ക് ചെലവാകുന്നതിൽ നിന്നും 53% പൈസ മാത്രമാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുള്ളൂ എന്ന് ട്രെയിൻ ടിക്കറ്റിന്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു പൊതുമേഖലയുടെ സംരക്ഷണത്തിലാണ് അങ്കമാലിയിൽ നിന്ന് ഈ കോഴിക്കോട് വരെ എത്തിയിട്ടുള്ളത്. പൊതുമേഖല നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഓരോ സന്ദർഭങ്ങളിലും, ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും പൊതുമേഖലയുടെ സാന്നിധ്യം അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നാണ് പൊതുമേഖലാ സംരക്ഷണത്തെ സംബന്ധിച്ചുള്ള വലിയ പോരാട്ടങ്ങൾ ഉയർന്നു വരുന്നത്. സഖാവ് കൃഷ്ണൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു, പൊതുമേഖലാ സംരക്ഷണം എന്നുള്ളത് ഒരു രാഷ്ട്രീയവും നയപരവുമായ ഒരു വിഷയമാണ്.
പൊതുമേഖലയെ സംബന്ധിച്ച് എക്കാലത്തും രണ്ടഭിപ്രായമുണ്ട്. പൊതുമേഖല എന്നുള്ളത് ഈ രാജ്യത്തിന് ആവശ്യമില്ലാത്ത ഒന്നാണ് എന്നൊരഭിപ്രായം പൊതുമേഖല ആരംഭിച്ച കാലം മുതലുണ്ട്. പൊതുമേഖലയാണ് ഈ രാജ്യത്തെ സംരക്ഷിക്കുക എന്ന അഭിപ്രായം പൊതുമേഖല ആരംഭിച്ച കാലത്തുമുണ്ട്, ഇപ്പോഴുമുണ്ട്. ഇപ്പൊ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തീരുമാനം നിലനിൽക്കുന്നുണ്ട്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ LIC സേവ് LIC ക്യാമ്പയിൻ നടത്തിയ പോലെ സേവ് BPCL ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ ഒരു നടപടിയായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചെന്ന് പ്രമേയം വെച്ച് ആ പ്രമേയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തി. അപ്പോ കൊച്ചി റിഫൈനറിയുടെ തൊട്ടടുത്തുള്ള മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയാണ്. അപ്പൊ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ ഒരു പ്രമേയവുമായി ചെന്ന് അവിടുത്തെ ചെയർപേഴ്സണോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രമേയം വെക്കണം. ചെയർപേഴ്സൺ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ചെയർപേഴ്സണാണ്. തീർച്ചയായും അവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയുള്ള പ്രമേയം അവിടെ വെക്കാം. പ്രമേയം ആ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിൽ അവരുടെ കൗൺസിലിൽ വെച്ചു. അവിടെ പ്രധാന പ്രതിപക്ഷം BJP ആണ്. കോൺഗ്രസ് പ്രതിപക്ഷത്തിൽ 2ാം സ്ഥാനത്താണ്. ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പൊ അവർ ചെയർപേഴ്സൺ പ്രമേയം വെച്ച് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ്, യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള പോസ്റ്റ് ഇല്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവരൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നുള്ളൂ. പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലില്ല. അപ്പൊ നമ്മൾ പറയാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് എന്ന് പറയാവുന്ന ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, BPCL സ്വകാര്യവൽക്കരിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ സ്വകാര്യവൽക്കരിക്കരുതെന്ന് ആരാണ് പറയുന്നത്? അവിടുത്തെ തൊഴിലാളികളാണ്. എന്തുകൊണ്ടാണ് തൊഴിലാളികൾ BPCL സ്വകാര്യവൽക്കരിക്കരുതെന്ന് പറയുന്നത്? സ്വകാര്യവൽക്കരിച്ചാൽ BPCL തൊഴിലാളികൾക്ക് പണിയെടുക്കേണ്ടി വരും, ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് പണിയെടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരാൾ കമ്പനിയിൽ കയറി പഞ്ച് ചെയ്ത് പുറത്തു പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. അവരെ പിടിച്ചു നിർത്തിയിട്ട് പണിയെടുക്കാൻ പറയും. അതുകൊണ്ട് കുറച്ച് എഫക്റ്റീവായി പ്രൊഡക്റ്റീവായി ഒരു സ്ഥാപനം റൺ ചെയ്യാൻ സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് BJPയുടെ നയം ശരിയാണ് എന്നാണ് BJPയുടെ നേതാവ് ഈ പറയുന്ന തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിൽ പറഞ്ഞത്. ഈ അഭിപ്രായം BJP നേതാക്കന്മാർക്ക് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ പൊതുവായിട്ടുണ്ട്. മാത്രമല്ല, പൊതുമേഖലാ സംരക്ഷണ പോരാട്ടത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം, ഇത് പൊതുമേഖലാ ജീവനക്കാർ ഏറ്റെടുക്കേണ്ട ഒരു ക്യാമ്പയിനാണ് എന്ന ഒരു സമീപനം ചില മേഖലകളിൽ എന്തെങ്കിലും വരുന്നുണ്ട്. എന്നാൽ പൊതുമേഖലാ ജീവനക്കാർക്ക് ഇത് ഞങ്ങൾ ഏറ്റെടുക്കേണ്ട ക്യാമ്പയിനാണെന്ന് തോന്നലുണ്ടോ? അതില്ലത്. നമ്മൾ സ്വയംഭരണപരമായി പരിശോധിക്കണം. ഞാൻ കണ്ടൊരു കാര്യം, BPCL ഞാനൊരു കണ്ട കാര്യം, ഭാരത് പെട്രോളിയം കോർപ്പറേഷനിൽ പൊതുമേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചപ്പോൾ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ നിന്ന് കാര്യമായ പ്രതിഷേധം വന്നില്ല. അപ്പൊ എന്താണ്? ഒരു പത്രലേഖകനോട് ചോദിച്ചു, 2003 BPCL സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഭയങ്കര പ്രതിഷേധമായിരുന്നല്ലോ. കോർപ്പറേറ്റ് ഓഫീസിലൊക്കെ മാർക്കറ്റിംഗിൽ നിന്നൊക്കെ വന്ന ആളുകൾ ഭയങ്കര സമരമായിരുന്നല്ലോ. ഇപ്പൊ എന്താണ്? മാർക്കറ്റിംഗ് വിങ്ങിൽ നിന്ന് കാര്യമായ പ്രതിഷേധം കാണുന്നില്ല. കൊച്ചി റിഫൈനറി കേന്ദ്രീകരിച്ചാണല്ലോ സമരം നടക്കുന്നത്, മറ്റു സ്ഥലങ്ങളിലൊന്നും എന്താ സമരം കാണാത്തത് എന്നൊരു അഭിപ്രായം ഒരു പത്രലേഖകനോട് ചോദിക്കണ്ടേ. അപ്പൊ അതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, 2003 എന്ന് പറഞ്ഞാൽ 20 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്. ഇന്ന് 58 വയസ്സുള്ളവന് അന്ന് എത്ര വയസ്സുണ്ട്? 38 വയസ്സ്. 38 വയസ്സുള്ളവന് ദീർഘകാലം സർവീസ് ഉണ്ട്. അപ്പൊ ഇത് പൊതുമേഖലയിൽ നിൽക്കണം. ഇപ്പൊ മാർക്കറ്റിംഗ്, BPCL മാർക്കറ്റിംഗിലെ ആവറേജ് ഏജ് പ്രൊഫൈൽ എന്ന് പറയുന്നത് 54 വയസ്സാണ്. മാർക്കറ്റിംഗിന് 10-20 വർഷമായിട്ട് BPCL മാർക്കറ്റിംഗിൽ റിക്രൂട്ട്മെന്റ് ഇല്ല. എനിക്ക് തോന്നുന്നു LICയിൽ ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ആളുകളെ മൊത്തം വെച്ച് നോക്കിയാൽ, നിങ്ങളുടെ ഒരു ആവറേജ് ഏജ് എടുത്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ആവറേജ് ഏജ് എബോവ് 50ലേക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് നിങ്ങളുടേത്.
അപ്പോ എന്താണ് പൊതുമേഖലാ ജീവനക്കാരുടെ പ്രശ്നം? 55-56 വയസ്സായി, ഇനി എങ്ങനെയായാലും ഇതൊക്കെ അങ്ങോട്ട് പൊക്കോളും. പിന്നെ അത്യാവശ്യ സമരത്തിനൊക്കെ നമ്മൾ നടക്കേണ്ടതുണ്ടോ? ധർണയ്ക്ക് നമ്മൾ നടക്കേണ്ടതുണ്ടോ? മുദ്രാവാക്യം വിളിക്കാൻ നമ്മൾ പോകേണ്ടതുണ്ടോ? എന്തിനാണ് ഇതിന്റെ ആവശ്യം എന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ചിന്തിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പൊതുമേഖലാ സംരക്ഷണ ക്യാമ്പയിനെ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കാനും നിലപാട് സ്വീകരിക്കാനും. 2-3 കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഇന്ത്യയിലെ പൊതുമേഖലയുടെ വളർച്ചയെ സംബന്ധിച്ച് വളരെ വിശദമായി ഇവിടെ സംസാരിക്കും. ഇന്ത്യയിലെ പൊതുമേഖലയുടെ വളർച്ചയെ സംബന്ധിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒന്ന് BJP, ഇപ്പൊ ഇന്ന് നമ്മുടെ ഈ ഹാള് നോക്കിയാൽ ഒരു പ്രൗഢോജ്വലമായ ഹാളാണ്. നിങ്ങൾ ഇരിക്കുന്നവരെല്ലാം വളരെ ബഹുമാന്യരായിട്ടുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വച്ചിരിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ കുമാരനാശാൻ, EMS, VT ഭട്ടതിരിപ്പാട്, ശ്രീനാരായണ ഗുരു, നവോത്ഥാന നായകന്മാർ, സാവിത്രിബായി ഫൂലെ വരെയുണ്ട്, മഹാരാഷ്ട്രക്കാരി. അത്ര ആളുകളുടെ പണം വച്ചിരിക്കുകയാണ്. നവോത്ഥാന നായകന്മാരുടെ ചിന്തകൾ ഒക്കെ വച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പടം വെക്കേണ്ടി വരും. കാരണം എന്താണെങ്കിൽ എന്നാണ് ഇതൊക്കെ പാഠപുസ്തകത്തിൽ നിന്ന് പോകണമെന്ന് പറയാൻ പറ്റാത്തൊരു കാലത്ത് ഈ ചിത്രങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടി വരും. യഥാർത്ഥത്തില് ഇവരുടെയൊക്കെ ചിത്രം ആര് കളഞ്ഞാലും അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ നരേന്ദ്രമോദിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഭരണത്തിൽ നിന്ന് പോയാൽ പുള്ളിയുടെ പേര് ആരും ഓർക്കില്ല എന്നൊരു ആശങ്ക പുള്ളിക്കുണ്ട്. അതുകൊണ്ടാണ് പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗുജറാത്തിൽ പുള്ളിയുടെ പേരിൽ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കി വെച്ചത്. പുള്ളി ഇനി മരിച്ചു പോയാൽ ആരെങ്കിലും, ഭരണത്തിൽ നിന്ന് പോയ ആരെങ്കിലും എന്റെ പേരിടോ എന്നൊരു ആശങ്ക ഉള്ളതുകൊണ്ട് പുള്ളി നേരത്തെ തന്നെ പുള്ളിയുടെ സ്മാരകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അത് നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. അതിനൊരു പവലിയൻ അദാനി സൈഡും മറ്റൊന്ന് അംബാനി സൈഡും ആണെന്നൊക്കെ ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് ചരിത്രത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ കാലത്ത് അവർ ചെയ്തത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യ നശിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലുള്ള ലേഖനങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദാദാഭായ് നവറോജി, ഞാൻ അതിന്റെ വലിയ ചരിത്രത്തിലേക്ക് പോകണില്ല കേട്ടോ. ഇപ്പൊ പൊതുമേഖലാ സംരക്ഷണത്തെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പൊതുമേഖലാ സംരക്ഷണം ഒന്ന് നിർത്താമോ എന്ന് നിങ്ങൾ പറയും. മേഖല തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോലെ ദാദാഭായ് നവറോജിയുടെ കാലത്തൊന്നും തുടങ്ങാൻ പോകണമെങ്കിൽ ഇപ്പൊ എവിടെ എത്തും എന്നുള്ള അങ്ങനെയല്ല. 1876 അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ഇന്ത്യയിലെ ദാരിദ്ര്യം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്ത്യയിലെ ദാരിദ്ര്യം. അതിൽ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാർ, അതായത് 1757 യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ അധികാരം പിടിച്ചതിന് ശേഷം ഇന്ത്യ നശിക്കുകയായിരുന്നു, ഇന്ത്യ ദാരിദ്ര്യത്തിലേക്ക് പോവുകയായിരുന്നു എന്ന വാദമാണ് ദാദാഭായ് നവറോജിയും സ്വാതന്ത്ര്യ സമര പോരാളികളും കൊണ്ടുവന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർ പറഞ്ഞൊരു വാദം എന്താന്ന് വെച്ചാൽ ഇന്ത്യ വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയത്. ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് വന്നതിന് ശേഷമാണ് ഇന്ത്യ മെച്ചപ്പെട്ടത് എന്നാണ് BJP പ്രചരിപ്പിക്കുന്നതും ഈ പദാണ്. BJP പ്രചരിപ്പിക്കുന്നത് മുഗളന്മാർ വന്ന്, മുസ്ലിങ്ങൾ വന്ന് ഇന്ത്യ മുഴുവൻ തകർത്തു. ഞങ്ങൾക്ക് വലിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ആ പാരമ്പര്യത്തെ മുഴുവൻ തകർത്തിട്ട് മുസ്ലിങ്ങൾ ഇന്ത്യയെ തകർത്തിരിക്കുകയാണ്. ആ പാരമ്പര്യത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി നമുക്ക് ആ പരമ്പരാഗത രീതിയിലേക്ക് പോകണം. ഇന്ത്യയുടെ പാർലമെന്റ് ഉദ്ഘാടനം കണ്ടില്ലേ? ആ പരമ്പരാഗത രീതിയിലേക്ക് പോകണം എന്നാണ് BJP ഉന്നയിക്കുന്ന വാദം. ഞാൻ ഈ പോയിന്റ് പറയാൻ കാരണം, അങ്ങനെ തകർന്നു കിടന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുനർജീവിപ്പിക്കുകയായിരുന്നു ഇന്ത്യയിലെ പൊതുമേഖല ചെയ്തത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ടാറ്റ സ്റ്റീൽ ഉണ്ടാക്കിയിരുന്നു. ടാറ്റയ്ക്ക് ടാറ്റ സ്റ്റീൽ ഉണ്ടായിരുന്നു. ശരിക്കും ടാറ്റ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റേ ഒന്നാമത്തെ യുദ്ധത്തിൽ, ലോകമഹായുദ്ധത്തില് ഈ സഖ്യശക്തികൾ കുറെ സാധനങ്ങൾ ആയുധങ്ങൾ ഉണ്ടാക്കിയത് ടാറ്റ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ്.
ടാറ്റയ്ക്ക് കൺഗ്രാജുലേഷൻ കൊടുത്ത മെസ്സേജ് വരെ ഉണ്ട്. അപ്പൊ ടാറ്റ സ്റ്റീൽ അടക്കമുള്ള ചെറിയ കമ്പനികൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യ ഒരു വ്യവസായവൽകൃത രാജ്യമായി നിലനിന്നിരുന്നില്ല എന്നതിൽ നിന്നാണ് ഇന്ത്യയുടെ വ്യവസായവൽക്കരണം ആരംഭിക്കുന്നത്. ജവഹർലാൽ നെഹ്റു, ഈ പൊതുമേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കഥയുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത് സത്യസായി ബാബ, നിങ്ങൾ കേട്ടോ? സത്യസായി ബാബ ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത് ചെല്ലാണ്, കേട്ടോ? അപ്പൊ അദ്ദേഹത്തിന് വാച്ച് കൊടുത്തു. വാച്ച് HMTയുടെ വാച്ചായിരുന്നു. നിങ്ങൾ കേട്ടല്ലേ? പുള്ളി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് HMTയുടെ വാച്ച്. അതാണ് ഇന്ത്യയുടെ പൊതുമേഖല. ഈ എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിച്ചല്ലോ. എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിച്ച് കഴിഞ്ഞപ്പോൾ BJPയുടെ നേതാക്കന്മാർ പറഞ്ഞു, ജനം TV ഒക്കെ പറഞ്ഞു, എയർ ഇന്ത്യ പണ്ട് ടാറ്റയോട് നെഹ്റു ചെയ്ത ചതി ഞങ്ങൾ തിരുത്തി എന്നാണ്. അല്ല കേട്ടില്ലേ? ടാറ്റയോട് നെഹ്റു ചെയ്ത ചതി ഞങ്ങൾ തിരുത്തി. എന്ത് ചതിയ നെഹ്റു ചെയ്ത്? 2.5 കോടി രൂപ കൊടുത്തെന്ന് ടാറ്റ ഈ എയർ ഇന്ത്യ വാങ്ങി. 2.5 കോടി രൂപ കൊടുത്ത് എയർ ഇന്ത്യ വാങ്ങിയിട്ട് ആ വാങ്ങി അന്ന് മുതൽ 1978 വരെ JRD ടാറ്റേനെ അതിന്റെ ചെയർമാനാക്കി. 78 ബോംബെയിൽ ഒരു വിമാനാപകടം ഉണ്ടായി കഴിഞ്ഞപ്പോ ആ വിമാനാപകടത്തിൽ പറ്റി എല്ലാവരും മരിച്ച് അന്വേഷണം വന്നപ്പോ ഈ JRD ടാറ്റേനെ കുറച്ച് നാളത്തേക്ക് ചെയർമാൻ സ്ഥാനത്തേക്ക് മാറ്റി നിർത്തി. 2.5 കോടി രൂപയ്ക്ക് ഈ പറയുന്ന എയർലൈൻസ് വാങ്ങി 78 വരെ ചെയർമാനാക്കി JRD ടാറ്റേനെ വെച്ച് അതിനുശേഷം എല്ലാ ടയർ ബോർഡിലും ടാറ്റയുടെ ഓണേഴ്സിനെ വക്കെന്താണോ നെഹ്റു ചെയ്ത് തെറ്റ്? ഇപ്പൊ എന്താണ് തെറ്റിതിരുത്തിയത്? എങ്ങനെയാ പൊതുമേഖല വിൽപ്പനയുടെ തെറ്റിതിരുത്തിയത്? എങ്ങനെയാ? 15,300 കോടി രൂപ കടം, 2,700 കോടി രൂപ റൊക്കം പൈസ കൊടുത്തിട്ടാണ് ടാറ്റ എയർ ഇന്ത്യ വാങ്ങിയത്. 15,300 കോടി രൂപ കടമാണ്. അതായത് ആ കടം പതുക്കെ തീർത്താൽ മതി. ടാറ്റയ്ക്ക് 15,300 കോടി രൂപ കടം വേണമെന്ന് പറഞ്ഞപ്പോ ഇന്ത്യയിലെ ബാങ്കുകാരൊക്കെ ഞങ്ങൾ തരാം ഈ പൈസ എടുത്തോന്ന് പറഞ്ഞ് ടാറ്റയുടെ അടുത്ത് ചെല്ലണം. ഈ 15,300 കോടി രൂപയ്ക്ക് 2,700 കോടി രൂപയ്ക്കാണ് എയർ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലും ലോകത്തെമ്പാടും വിമാന സർവീസ് നടക്കുന്ന എയർ ഇന്ത്യ ടാറ്റയ്ക്ക് കൊടുത്തത്. 2,700 കോടി രൂപയ്ക്ക് 2,700 കോടി രൂപയ്ക്ക് ടാറ്റയ്ക്ക് എയർ ഇന്ത്യ ടാറ്റയ്ക്ക് കൊടുത്തിട്ട് ഇപ്പൊ അവിടുത്തെ തൊഴിലാളി ജീവനക്കാരുടെ അവസ്ഥ എന്താണ്? ജീവനക്കാരോട് പറഞ്ഞു, ആദ്യത്തെ VRS പ്രഖ്യാപിച്ചു, രണ്ടാമത്തെ VRS 2023 പ്രഖ്യാപിച്ചു. 2023 പ്രഖ്യാപിച്ച VRS ആദ്യം ഓഫർ ഏറ്റെടുക്കുന്നവന് 1 ലക്ഷം രൂപ എക്സ്ഗ്രേഷ്യ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരോടെല്ലാം കോട്ടേഴ്സിന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. നിങ്ങൾ അറിഞ്ഞോ? എയർ ഇന്ത്യ ജീവനക്കാരോട് എയർ ഇന്ത്യയുടെ കോട്ടേഴ്സ് എവിടെയാണെന്നറിയോ? നമ്മുടെ മുംബൈ എയർപോർട്ടിൽ ചെന്നാൽ മുംബൈ എയർപോർട്ടിന്റെ അപ്പുറത്ത് 2 വലിയ ടവർ കാണാം. അതാണ് ഈ പറയുന്ന എയർ ഇന്ത്യയുടെ ഈ പറയുന്ന ടൗൺഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ആ ടൗൺഷിപ്പ് ആരൊക്കെ കൊടുത്തതെന്ന് അറിയോ? ടൗൺഷിപ്പ് ടാറ്റയ്ക്കല്ല കൊടുത്തത്, ടൗൺഷിപ്പ് കൊടുത്തത് അദാനിക്കാണ്. ടൗൺഷിപ്പ് അദാനിക്ക് കൊടുത്തു, എയർലൈൻസ് ടാറ്റയ്ക്ക് കൊടുത്തു. ടാറ്റയ്ക്ക് ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഈ പറയുന്ന എയർ ഇന്ത്യയിലെ മുഴുവൻ എംപ്ലോയീസിനോട് പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകണം, ഇവിടെ കിടക്കാൻ പറ്റാത്ത അദാനിയുടെ സ്വത്താണെന്ന് പറഞ്ഞു. റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, ഈ സ്വകാര്യവൽക്കരണമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം പറയുമ്പോൾ റിട്ടയർ ചെയ്ത ആളുകളുടെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ടാറ്റ പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് അങ്ങനെ ഞങ്ങൾ ഏറ്റെടുക്കും. റിട്ടയർ ചെയ്ത ആളുകളുടെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. എന്താ കാര്യം? അവർ ഞങ്ങളുടെ കമ്പനി എംപ്ലോയീസ് അല്ല, അവർ എയർ ഇന്ത്യയുടെ എംപ്ലോയീസ് ആയിരുന്നു. ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഒരു മെഡിക്കൽ പോളിസി ഉണ്ടാക്കി ഒരു താൽക്കാലികമായ ഒരു സഹായത്തിന് വേണ്ടി ഓർഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ എയർ ഇന്ത്യയുടെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. താൽക്കാലികമായിട്ടുള്ള ഒരു ഓർഡർ ഇട്ടിട്ട് റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് താൽക്കാലിക ആശ്വാസം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഭാരത് പെട്രോളിയം സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു. ഭാരത് പെട്രോളിയം സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി സ്ട്രാറ്റജിക് സെയിലിന് വേണ്ടി 2019 നവംബർ മാസം 20-ാം തീയതിയാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തത്. ആ ദിവസം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. 2019 നവംബർ മാസം 20-ാം തീയതി അധികം മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ 2019 നവംബർ മാസം 20-ാം തീയതി ഡൽഹിയിലെ നമ്മുടെ ഒരു ഹാളിൽ വെച്ച് BPCLലെയും IOCലെയും HPCലെയും മുഴുവൻ ആളുകളുടെയും ഒരു കൺവെൻഷൻ അന്ന് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനം വരുമെന്ന് അറിഞ്ഞിട്ടല്ല, അതിനു മുമ്പ് തന്നെ തീരുമാനിച്ച് നമ്മൾ നടത്തിയിരുന്നു.
കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട MP-മാരൊക്കെ ആ പറയുന്ന കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നിരുന്നു, ഡൽഹിയിലായാലും. അപ്പൊ അങ്ങനെ കൺവെൻഷന്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു, നമുക്ക് ഈ നമ്മുടെ ബുദ്ധിമുട്ട് പറയാൻ വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഒന്ന് പോയി കാണാം, ഒരു മെമ്മോറാണ്ടം കൊടുക്കാം എന്ന് പറഞ്ഞു. നവംബർ മാസം 2019 നവംബർ മാസം. അപ്പൊ ഞങ്ങള് പാർലമെന്റ് ചെന്നിട്ട് നിർമ്മലാ സീതാരാമന്റെ റൂമിൽ ചെന്ന് നിർമ്മലാ സീതാരാമന് മെമ്മോറാണ്ടം കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ MP-മാരൊക്കെ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു, നമുക്ക് അപ്പുറം മാറി നിൽക്കാം, കാരണം ഇവിടെ നിന്ന ഫോട്ടോ ശരിയാവില്ല, അപ്പുറം മാറി നിന്നാൽ കറക്റ്റ് ഫോട്ടോ കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഭയങ്കര സപ്പോർട്ട്. മന്ത്രി, നമ്മൾ സാധാരണ മന്ത്രിമാരെ ചെന്ന് കാണുമ്പോൾ അവര് ഫോട്ടോ പൊസിഷനിൽ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളോട് പറയാറില്ല. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു, അങ്ങനെ മാറി നിന്നാൽ നല്ല രീതിയിൽ ഫോട്ടോ കിട്ടും. അപ്പൊ ഞങ്ങൾ മാറി നിന്നു, എല്ലാവരും ചിരിച്ച് ഫോട്ടോ എടുത്തു. മെമ്മോറാണ്ടം കൊടുക്കുന്നതാണല്ലോ, ചിരിച്ച് ഫോട്ടോ എടുത്തു. അനുചേട്ടൻ വന്നിരുന്നു. അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സ്വകാര്യവൽക്കരിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സ്വകാര്യവൽക്കരിക്കണം എന്നുള്ള അഭിപ്രായം ഇതിൽ ആളുകൾ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് മെമ്മോറാണ്ടം ശേഖരിച്ചു വെച്ചു. അപ്പൊ അവരുടെ ഒരു ബോഡി ലാംഗ്വേജും സംസാരം കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇതെപ്പോഴും സ്വകാര്യവൽക്കരിക്കില്ല, ഇത് മിക്കവാറും ഗവൺമെന്റ് വെറുതെ സ്വകാര്യവൽക്കരിക്കില്ലായിരിക്കും എന്നൊരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾ ഈ കൺവെൻഷൻ കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് ചെല്ലുമ്പോൾ TV-യിൽ നിർമ്മലാ സീതാരാമൻ പത്രസമ്മേളനം നടത്തുക. BPCL വിൽക്കാൻ തീരുമാനിച്ചു, കണ്ടെയ്നർ കോർപ്പറേഷൻ വിൽക്കാൻ തീരുമാനിച്ചു, ഷിപ്പിംഗ് കോർപ്പറേഷൻ വിൽക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ, ഒരു കേന്ദ്രമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു പടം കിട്ടിയാൽ ഉടനെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വിടുമല്ലോ, കേന്ദ്രമന്ത്രിയുടെ കൂടെയുള്ള പടം അപ്പൊ തന്നെ വാട്സപ്പിൽ വിടാണ്, നിർമ്മലാ സീതാരാമൻ മെമ്മോറാണ്ടം കൊടുത്തതിന്റെ പടം. അപ്പൊ വൈകുന്നേരം ആളുകൾ വിളിച്ചു തുടങ്ങി, നിങ്ങൾ മെമ്മോറാണ്ടത്തിൽ എന്താണ് എഴുതിയത്, ഇത് നിങ്ങൾ വിൽക്കാനാണോ എഴുതിയത്, അതോ എന്താണ് എഴുതിയത്? ആളുകൾ വിളിച്ചു തുടങ്ങി. കൃത്യം കൊടുത്ത അന്ന് തന്നെ അതേ സാരി കൊടുത്ത്, നമ്മളോട് മേടിക്കുന്ന മെമ്മോറാണ്ടം മേടിക്കുന്ന അതേ സാരി കൊടുത്ത് വിൽക്കാൻ വേണ്ടി പത്രസമ്മേളനം നടത്തുകയാണ് നിർമ്മലാ. അത് ഞാൻ പറഞ്ഞ ആ ദിവസം ഞങ്ങൾ മറക്കില്ല എന്ന് പറയാൻ. 2019 ഈ നവംബർ മാസം 20 BPCL സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു. BPCL സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനോട് ഞങ്ങൾ പറഞ്ഞു, ഇത് അങ്ങനെ വിൽക്കാൻ പറ്റിയൊരു കമ്പനിയല്ല, നിങ്ങളത് ഉദ്ദേശിച്ച പോലെ വിൽക്കാൻ കഴിയില്ല. കാരണം BPCL ഇപ്പോ ഏതെങ്കിലും ഒരു സ്ഥാപനം വിൽക്കണ പോലെ വിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയിലെമ്പാടും 3 റിഫൈനറി ഉണ്ട്, 10-17,000 പെട്രോൾ പമ്പുകളുണ്ട്, പെട്രോൾ പമ്പുകളായിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. LPG ഫില്ലിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെമ്പാടും വിവിധ മേഖലയിൽ 10-67 LPG ഫില്ലിംഗ് സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ ആകെ നോക്കിയാൽ എല്ലാ എയർപോർട്ടിലും ATF ഉണ്ട്. രാജ്യത്തിന് പുറത്ത് എണ്ണ ഖനനമുണ്ട്. പൈപ്പ് ലൈൻ ഏകദേശം 2400 കിലോമീറ്റർ ദൂരം പൈപ്പ് ലൈൻസ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജ്യത്ത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഈ കമ്പനി വില വെച്ച് വിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം BPCL മുംബൈ റിഫൈനറിയുടെ 400 ഏക്കർ സ്ഥലം മുംബൈയുടെ ടൗണിന്റെ നടക്കാണ്. ഇപ്പൊ കണ്ണടച്ച് കൊടുത്താൽ 60,000 കോടി രൂപ ആ സ്ഥലത്തിന് മാത്രം കിട്ടും. 60,000 കോടി രൂപ സ്ഥലത്തിന് മാത്രം കിട്ടും, 400 ഏക്കർ. നിങ്ങൾ കൂട്ടി വെക്കുക. അവിടെ നിങ്ങൾ ബോംബെയില് BPCL ഇരിക്കുന്ന സ്ഥലത്തിന്റെ അവിടെ ഓൺലൈനിൽ അടിച്ചു നോക്കിയോ, സ്ക്വയർ ഫീറ്റിനാണ് റേറ്റ്. അവിടെ നോക്കിയാൽ 60,000 കോടി രൂപ ഈ BPCLന്റെ മുംബൈ റിഫൈനറി എന്ന് പറഞ്ഞ സ്ഥലത്തിന് മാത്രം കിട്ടും. ഗവൺമെന്റ് വിൽക്കാൻ പോകുന്നത് 50,000 കോടി രൂപയ്ക്ക്. അതാണ് അവരുടെ പ്ലാൻ. ഈ പ്ലാൻ നമ്മൾ എല്ലായിടത്തും, അവിടുത്തെ ഓഫീസേഴ്സ് അടക്കം പറഞ്ഞു, 10 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള ഈ കമ്പനി 50,000 കോടി രൂപയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നത് ശരിയില്ല. ആരാണ് മേടിക്കുന്നത്? തുടക്കം തുടങ്ങി ആരാ മേടിക്കാൻ പോണെന്ന് അറിയോ? മേടിക്കാൻ തീരുമാനിച്ച ആള്, അയാളുടെ പേര് നമ്മുടെ അഗർവാളാണ്, അനിൽ അഗർവാൾ. അനിൽ അഗർവാൾ BPCL വിൽക്കാൻ വേണ്ടി തീരുമാനിച്ച അന്ന് തുടങ്ങി പത്രസമ്മേളനം നടത്താണ്, ഞാൻ മേടിക്കും. അപ്പൊ ഞങ്ങൾ അനിൽ അഗർവാളിനെ കുറിച്ച് ഞങ്ങൾ നോക്കി. അപ്പൊ പുള്ളിയുടെ സ്ഥിതി എന്താ പറയാ, പുള്ളി ഈ അനിൽ അഗർവാള് പ്രൊമോട്ടറായിട്ടുള്ള ഏത് കമ്പനി എടുത്താലും ആ കമ്പനിയുടെ ഷെയർ മുഴുവനും പുള്ളി പ്ലഡ്ജ് ചെയ്തിട്ട് പുള്ളി ലോൺ എടുത്തേക്കാം. ഈ അനിൽ അഗർവാൾ പുള്ളി പ്രൊമോട്ടറായിട്ടുള്ള കമ്പനികളുടെ 98% ഓഹരി പ്ലഡ്ജ് ചെയ്തിട്ടാണ് ഈ അനിൽ അഗർവാൾ ലോൺ എടുത്തിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹത്തിന് എവിടെയാണ് പൈസ കിട്ടുക BPCL വാങ്ങാൻ? അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞു, ഞങ്ങള് രാജ്യത്തിന് പുറത്തൊരു കൺസോർഷ്യം ഉണ്ടാക്കി അവിടെ നിന്ന് പൈസ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും വയബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും ഉയർന്ന പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലും BPCL വിൽപ്പന തൽക്കാലത്തേക്ക് കേന്ദ്ര സർക്കാരിന് ഹോൾഡ് ചെയ്യേണ്ടി വന്നേക്കാം. അവർ ഹോൾഡ് ചെയ്തു, കാരണം അത് മുന്നോട്ട് പോകില്ല എന്ന് അവർക്ക് മനസ്സിലായി. മാത്രമല്ല, പ്രധാനപ്പെട്ട മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ്, ഓയിൽ സെക്ടർ കോർപ്പറേറ്റ്സ് ഒന്നും ഇപ്പോൾ ഒരു ഓയിൽ കമ്പനി വാങ്ങാൻ അവർ തയ്യാറല്ല. കാരണം എണ്ണ മേഖലയിൽ, ഊർജ മേഖലയിൽ വലിയ വിപ്ലവകരമായ മാറ്റമാണ് വരുന്നത്. ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾ വരുന്നു, നെക്സ്റ്റ് ജനറേഷൻ ഫ്യൂവലായിട്ട് ഹൈഡ്രജൻ വരുന്നു.
ആ ബയോഫ്യൂൽസ് വരുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരിക്കലും ഈ പെട്രോളും ഡീസലും എന്നുള്ളത് ഇനി ഒരു വലിയ വ്യവസായമായി കൊണ്ടുപോയി നടക്കാൻ കഴിയില്ല എന്ന് എല്ലാ വ്യവസായ പ്രമുഖർക്കും അറിയാം. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് അംബാനിയും അറാംകോയും തമ്മിലുണ്ടായ എഗ്രിമെന്റ് അവർ വേണ്ടെന്ന് വെച്ചു. അവരെ ഒരു എഗ്രിമെന്റ് എഴുതിയിരുന്നു ഇന്ത്യയിൽ ഒരു വലിയ കമ്പനി തുടങ്ങാൻ വേണ്ടി. ആ എഗ്രിമെന്റ് അവർ വേണ്ടെന്ന് വെച്ചു. ആ കമ്പനി പോലും വേണ്ടെന്ന് വെച്ചു. അത് ഓയിൽ സെക്ടറിൽ അതുപോലെ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, പൊതുമേഖല സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ജീവനക്കാരൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ആളുകളുടെ ഒരു മനസ്സിലുള്ള കാര്യം എന്താണെന്നറിയോ? ഇത് ഗവൺമെന്റ് തീരുമാനമല്ലേ, അവർ നടപ്പാക്കും. നമ്മൾ സമരം ചെയ്തിട്ട് കാര്യമുണ്ടോ? അവരിത് ചെയ്തിരിക്കും. ഭൂരിഭാഗം ആളുകൾ ഇത് തന്നെ പറയണം. അവരാർക്ക് നിയന്ത്രിക്കാൻ പറ്റും? അവര് ചെയ്തിരിക്കും. പക്ഷെ നിങ്ങൾ ഹിസ്റ്ററി എടുത്തോളാം. 1991 ഇന്ത്യയിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. 1991 മുതൽ 2021 വരെ 12 ലക്ഷം കോടി രൂപയുടെ പൊതുമേഖല ഓഹരി വിൽക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കാലാകാലങ്ങളായി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ ബഡ്ജറ്റിലൂടെ 12 ലക്ഷം കോടി രൂപയുടെ ഓഹരി വിൽക്കാൻ ഒരു സംതിങ് കൂടി വരും. ഞാൻ ഏകദേശം റൗണ്ട് ഫിഗർ ആയിട്ട് പറയാണ്. 12 ലക്ഷം കോടി രൂപയുടെ പൊതുമേഖല ഓഹരി വിൽക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ വിൽപ്പന നടത്താൻ പറ്റിയിട്ടുള്ളത് 5,60,000 കോടി രൂപയുടെ ഓഹരി മാത്രമാണ്. 5,60,000 കോടി രൂപയുടെ ഓഹരിയാണ് വിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. 2005 മുതൽ 2008 വരെ ഇന്ത്യ രാജ്യം ഭരിച്ച ഗവൺമെന്റ് മാത്രമാണ് പൊതുമേഖല ഓഹരി വിൽപ്പന ബജറ്റിലൂടെ പ്രഖ്യാപിക്കാതിരുന്നത്. 2005 മുതൽ 2008 വരെ എന്താ അതിന്റെ പ്രത്യേകത? നിങ്ങളൊന്ന് സ്വയം പരിശോധിച്ചാൽ. 2005 മുതൽ 2008 വരെ ഇന്ത്യ രാജ്യത്ത് ഭരിച്ച ഗവൺമെന്റ് പൊതുമേഖല വിൽപ്പന എന്നുള്ളത് ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചിട്ടില്ല. ആ ഒരു കാലഘട്ടം ഒഴിച്ചാൽ ബാക്കി എല്ലാ കാലങ്ങളിലും പൊതുമേഖല വിൽപ്പന പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുമേഖല വിൽപ്പനയുടെ ടാർഗറ്റ് മോഡി ഗവൺമെന്റിന്റെ കാലത്ത് അച്ചീവ് ചെയ്തത് 2018 75,000 കോടി രൂപയുടെ പൊതുമേഖല ഓഹരി വിൽക്കാൻ തീരുമാനിച്ച ആ വർഷം 1 ലക്ഷം കോടി രൂപയുടെ ഓഹരി വിറ്റു. അത് വിൽക്കാൻ കാരണം മോഡിയുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് HPCLന്റെ ഓഹരി ONGCക്ക് കൊടുത്തുകൊണ്ടാണ്. ഏകദേശം 35,000 കോടി രൂപയ്ക്ക് HPCL ഓഹരി ONGCക്ക് കൊടുത്തു. എന്താ ഇതിന്റെ അർത്ഥം? ONGCയുടെ കയ്യിലുള്ള 35,000 കോടി രൂപ ആര് മേടിച്ചുകൊണ്ട് പോയി? കേന്ദ്ര സർക്കാർ പോക്കറ്റിലേക്ക് മേടിച്ചുകൊണ്ട് പോയി എന്നല്ലാണ്ട് വേറെ വല്ലതും സംഭവിച്ചോ? ഇങ്ങനെയാണ് പൊതുമേഖലയെ തകർക്കുന്നത്. ഇപ്പൊ എന്താ ഡിവിഡന്റ്? ഏറ്റവും അവസാനം ഡിവിഡന്റ് കൊടുത്തേക്കുന്നത് എത്രയാണ്? നാളെ വന്നു 63,000 കോടി രൂപയാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ 2021 എല്ലാ കമ്പനികളല്ല, കുറച്ച് കമ്പനികൾ കൊടുക്കാനുണ്ട്. 63,000 കോടി രൂപയാണ് ഡിവിഡന്റ് ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. മൊത്തം 2021-22 കേന്ദ്ര സർക്കാരിന് അല്ല എല്ലാ ഓഹരി ഉടമകൾക്കുമായിട്ട് ഡിവിഡന്റ് കൊടുത്തത് ഏകദേശം 1 ലക്ഷം കോടിയിലധികം രൂപയാണ്. ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്? ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 3.65 lakhs crore rupees ആണ്. 3.65 ലക്ഷം കോടി രൂപ ഓഹരി നിക്ഷേപമുള്ള ഓഹരി ഉടമകൾക്ക് ഒരു വർഷം 1 ലക്ഷം കോടി രൂപ റിട്ടേൺ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പൂട്ടേണ്ട സ്ഥാപനങ്ങളാണെന്ന് കേന്ദ്ര സർക്കാരിന് പറയാൻ കഴിയുക? ഇപ്പൊ നമ്മുടെ മൊത്തം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുത്താൽ 2010 14 ലക്ഷം സ്ഥിരം ജീവനക്കാരാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടായി. 14 ലക്ഷം സ്ഥിരം ജീവനക്കാർ. ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ള സ്ഥിരം ജീവനക്കാരുടെ എണ്ണം 8 ലക്ഷമാണ്. കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷക്കാലം കൊണ്ട് 6 ലക്ഷം ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞു. 6 ലക്ഷം ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ 3 ലക്ഷം ആളുകൾ റിസർവേഷൻ കാറ്റഗറിയാണ്. 3 ലക്ഷം എന്ന് പറഞ്ഞാൽ OBCയും SC STയും STയുമാണ്. എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികളിലൊന്നും സാമൂഹ്യപരമായി പിന്നോക്കം നൽകുന്ന ഒരാൾക്കും നിനക്ക് ജോലി തരാമെന്ന് പറഞ്ഞ് വിളിച്ച് ജോലി കൊടുക്കുന്നില്ല. ഇവിടെയാണ് അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുദേവന്റെ ഒക്കെ പ്രസക്തി. നമ്മുടെ സമരങ്ങളിൽ അയ്യങ്കാളിയെയും ശ്രീനാരായണ ഗുരുദേവനെയും ഒക്കെ കൊണ്ടുവരേണ്ട ഒരു പ്രസക്തി എന്ന് പറയുന്നത്
പൊതുമേഖല നിലനിന്നാലാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും പറഞ്ഞ സാമൂഹ്യ നവോത്ഥാനം നടപ്പിലാകൂ എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം എന്ന് പറയുന്നതിന്റെ പോയിന്റ് അതാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഏറ്റവും കൂടുതൽ വ്യവസായത്തെ കുറിച്ച് പറഞ്ഞ MSME-കളെ കുറിച്ചാണ്. MSME-കൾ ചെറുകിട ഇടത്തരം സൂക്ഷ്മ വ്യവസായ സ്ഥാപനങ്ങളാണ് രാജ്യത്തിന്റെ പുരോഗതി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം 2021-22 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ 2,80,000 കോടി രൂപയുടെ പ്രൊക്യൂർമെന്റ് നടത്തിയപ്പോൾ അതിൽ 55,000 കോടിയുടെ പ്രൊക്യൂർമെന്റ് നടത്തിയത് MSME-കളിൽ നിന്നാണ്. സ്വകാര്യ മേഖല അത് ചെയ്യുന്നുണ്ടോ? നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങൾ സ്വകാര്യ മേഖല എത്ര ആളുകൾ MSME-കളിൽ നിന്ന് ഈ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്? പൊതുമേഖല മാത്രമാണ് MSME-കളിൽ നിന്ന്, ചെറുകിട മേഖലകളിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നത്. പൊതുമേഖല ഇല്ലാതായാൽ തകരപ്പെടുന്നത് ഈ പറയുന്ന MSME-കൾ കൂടിയാണ് എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. പൊതുമേഖലാ സംരക്ഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ തൊഴിലാളികൾ മാത്രം ഏറ്റെടുക്കേണ്ട, ജീവനക്കാർ മാത്രം ഏറ്റെടുക്കേണ്ട വിഷയമല്ല. പക്ഷേ അതിന് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ നേതൃത്വം കൊടുക്കണം. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കണം. ഇപ്പൊ CSR ഫണ്ടുകൾ, മറ്റ് ആനുകൂല്യങ്ങൾ, ഇപ്പൊ BPCL സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി പറയാൻ വേണ്ടി ഞാൻ പറയാം. ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. 2019 ഫെബ്രുവരി മാസം 14-ാം തീയതി, അതായത് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നരേന്ദ്രമോദി വന്ന് തറക്കല്ലിട്ട ഒരു പദ്ധതിയാണ് 11,600 കോടി രൂപയുടെ പോളിയോൾ പ്രോജക്റ്റ്. 11,600 കോടിയുടെ വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് ഈ കേരളത്തിനുണ്ടോ? 11,600 കോടിയുടെ ഏതെങ്കിലും വികസനം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? 11,600 കോടി രൂപയുടെ 2019 അമ്പലമുകളിൽ തറക്കല്ലിട്ട FACT നിന്ന് 176 ഏക്കർ ഭൂമി വാങ്ങി ഭൂമി നിരപ്പാക്കിയ 500 കോടി രൂപ കൺസൾട്ടൻസിക്ക് കൊടുത്ത ആ പ്രോജക്റ്റ് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വേണ്ടെന്ന് വെച്ചു. നിങ്ങൾ അറിഞ്ഞോ? ആരെങ്കിലും അറിയിച്ചോ? ഞങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു, പ്രതിഷേധം നടത്തി. ഏതെങ്കിലും മാധ്യമം എഴുതണ്ടേ? ഏതെങ്കിലും ഒരു മാധ്യമം പറയട്ടെ? 11,600 കോടി രൂപയുടെ പ്രോജക്റ്റ് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി കേരളത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു വാർത്തയല്ല. 1000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റുമായി ഞാൻ ഹൈദരാബാദിലേക്ക് പോവുകയാണെന്ന് ഒരു മുതലാളി പറഞ്ഞപ്പോ അതൊരു വാർത്തയായിരുന്നു. ആ മുതലാളി എയർപോർട്ടിലേക്ക് ചെല്ലുമ്പോ ആയിരക്കണക്കിന് 10 ഏക്കർ ഇങ്ങനെ ചെല്ലാണ്. എപ്പോഴാ പോണത്? ഇപ്പൊ പോകും. അവിടെ ചെന്നിട്ടോ അവിടെ മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രിയോ ഇങ്ങോട്ട് എയർപോർട്ടിലേക്ക് എനിക്ക് വിമാനം വിട്ടിരിക്കുന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നു, ചായ കുടിക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അവിടെ സ്ഥലം ഏറ്റെടുക്കാൻ ചെന്ന ഈ പറയുന്ന മുതലാളിയെ അവിടുത്തെ കർഷകർ പിടിച്ച് തല്ലി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് പോയത് ഇതൊന്നും ആരും പറയില്ല. ഹൈദരാബാദിൽ പോയി സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി കർഷകരോട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തെ പിടിച്ച് അവർ തല്ലി എന്നാണ് പറയുന്നത്. ഇത് പൂർണ്ണമായും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നത്. പത്രങ്ങൾ എഴുതില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 11,160 കോടിയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തറക്കല്ലിട്ട, ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം തറക്കല്ലിട്ട ഒരു പദ്ധതി ഉപേക്ഷിച്ചതിനെ സംബന്ധിച്ച് നിശബ്ദമായിരിക്കുകയും, എന്നാൽ 1000 കോടി രൂപയുടെ നിക്ഷേപ സ്വകാര്യ മുതലാളി ഹൈദരാബാദിലേക്ക് പോകുന്നതിനെ വലിയ വാർത്തയായി കൊടുക്കുന്ന ഈ മാധ്യമങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും മാധ്യമങ്ങളാകണം എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നമ്മൾ ഓരോരുത്തരും മാധ്യമങ്ങളാകണം. നമ്മളാണ് മാധ്യമങ്ങളാകേണ്ടത്. ആ മാധ്യമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മാത്രമാണ് ഈ പൊതുമേഖലയെ സംരക്ഷിക്കുന്ന പോരാട്ടത്തിന് വേണ്ടി നമുക്ക് അണിനിരക്കാൻ കഴിയും. നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിൽ, നിങ്ങൾ കാണുന്ന ആളുകളോട്, നിങ്ങൾ സംസാരിക്കുന്ന ആളുകളോട്, നിങ്ങൾ ബന്ധപ്പെടുന്നവരോട്, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരോട് പൊതുമേഖലയുടെ പ്രസക്തിയെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പൊതുമേഖലയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടില്ലെങ്കിൽ, ഏർപ്പെടാൻ വേണ്ടി മറ്റൊരു ഗ്രൂപ്പ് വരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം പല സ്ഥലത്തും നടക്കുന്ന ചർച്ചകളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്താണെന്നറിയാം. അത് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ട് അത് പറയാം. ഈ പൊതുമേഖലാ സംരക്ഷണത്തിന് ക്യാമ്പയിൻ പറയുമ്പോൾ നിങ്ങൾ സ്ഥിരം ജീവനക്കാരെ ഒന്നും കാണുന്നില്ലല്ലോ. ഞങ്ങളുടെ കൊച്ചി റിഫൈനറി എന്നുള്ള ആളുകൾ സ്ഥിരം ജീവനക്കാർ വളരെ കുറച്ച് പങ്കെടുക്കാറുള്ളൂ. നിങ്ങളൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ്. ഞാൻ നിങ്ങളെയല്ല പറഞ്ഞത്.
ഞങ്ങളുടെ കമ്പനികളൊക്കെ സ്ഥിരം ജീവനക്കാരൊക്കെ പങ്കെടുക്കൽ കുറവാണ്. മിക്കവരും കരാർ തൊഴിലാളികളാണ് പങ്കെടുക്കുന്നത്. നമ്മുടെ ജോലിയുടെ സവിശേഷതയുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ജോലിയുടേതായ സവിശേഷതയുണ്ട്. നമുക്ക് രാവിലെ വന്നാൽ വൈകുന്നേരം വരെ 5 മണിക്ക് ഇറങ്ങാൻ കഴിയില്ല, വലിയ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിങ്ങൾ പൊതു ക്യാമ്പയിനുകളിൽ പങ്കെടുക്കണം. നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് നിങ്ങളുടെ എല്ലാ പൊതുമേഖലയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ പൊതുമേഖലയുടെ പ്രതിനിധീകരിക്കുന്ന ആരാണെന്നുള്ള തിരിച്ചറിയുന്നതുകൊണ്ട് വേണം നമ്മൾ ഈ ക്യാമ്പയിനുകളിലൊക്കെ പങ്കെടുക്കാനും ഇടപെടാനും. അതുകൊണ്ട് തീർച്ചയായും ഈ പൊതുമേഖലാ സംരക്ഷണം എന്നുള്ളത് വളരെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ്. അത് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായി നടത്തേണ്ടതാണ്. പൊളിറ്റിക്കലായിട്ടുള്ള നിലപാടുകളാണ്, പോളിസികളാണ് യഥാർത്ഥത്തിൽ പൊതുമേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് സഹായം ചെയ്യുക. ഇപ്പൊ നെഹ്റുവിന്റെ കാലത്ത് നെഹ്റു വെറുതെ അല്ല സോഷ്യലിസം കൊണ്ടുവന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് 1951 വന്നപ്പോൾ നെഹ്റുവിന് കാര്യം ബോധ്യപ്പെട്ടു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഈ ക്യാപിറ്റലിസ്റ്റ് വ്യൂവിലൂടെ പോയി കഴിഞ്ഞാൽ പൊളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ആവടിയിൽ പോയിട്ട് ആവടിയിൽ വെച്ച് ആവടി സോഷ്യലിസം എന്നുള്ളത് സോഷ്യലിസമാണ് ഞങ്ങളുടെ നയമെന്ന് പ്രഖ്യാപിച്ചത്. അത് ഇവിടത്തെ ജനങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ്. അങ്ങനെയാണ് ഒരു കഥയുണ്ട്, JR ടാറ്റയും ജവഹർലാൽ നെഹ്റുവും കൂടി ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ, കേട്ടിട്ടോന്ന് അറിയില്ല, രണ്ടുപേരോട് പുള്ളിക്ക് അവരെ രണ്ടുപേരും ഒന്ന് വാഷ്റൂമിൽ പോകണം തോന്നി. രണ്ടുപേരും പോയി വാഷ്റൂമിലേക്ക്. അപ്പോൾ നെഹ്റു കയറി, ടാറ്റ പുറത്ത് നിൽക്കണം. അപ്പൊ നെഹ്റു പുറത്തിറങ്ങി പറഞ്ഞു, എന്താണ് നിങ്ങൾ പുറത്ത് നിൽക്കുന്നത്, ഒരുപാട് സൗകര്യമുണ്ടല്ലോ അകത്ത്. അപ്പൊ തമാശയായിട്ട് എടുക്കണമല്ലോ. അപ്പോ ടാറ്റ നെഹ്റുവിനോട് പറഞ്ഞു, എന്ത് നല്ലത് കണ്ടാലും നിങ്ങൾ അത് പൊതുമേഖലയിലാക്കും, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം വരാണ്ടിരിക്കുന്നത്. അതാണ് അന്നത്തെ നയം. നെഹ്റുവിന്റെ നയം അതായിരുന്നു. ആ നയത്തിന് കാരണം ഒരു പൊളിറ്റിക്സ് ആണ്. ഇപ്പൊ ഞങ്ങൾ ബോംബെ ഹൈ എണ്ണ ഖനനം, ബോംബെ ഹൈയില് ആദ്യം എണ്ണ കണ്ടിയത് ആസാമിലെ ദിഗ്ബോയിലാണ്. വളരെ കുറച്ച് എണ്ണ, ഇച്ചിരി എണ്ണ അവിടെ നിന്ന് കിട്ടുള്ളൂ ആസാമിൽ. ഇപ്പോഴും വളരെ കുറച്ചുള്ളൂ. അവിടുത്തെ IOCയുടെ കപ്പാസിറ്റി 0.75 മില്യൺ മെട്രിക് ടണ്ണാണ് അതിന്റെ കപ്പാസിറ്റി. നിസ്സാരം എണ്ണയാണ് ആസാമിൽ കിട്ടുള്ളൂ. അപ്പൊ ഇന്ത്യയിലെ ബോംബെയിലെ കടത്തീരത്തൊക്കെ എണ്ണയുണ്ടെന്ന് മനസ്സിലായിട്ട് ഇന്ത്യയുടെ വ്യവസായ മന്ത്രി ലോകം മുഴുവനും ചുറ്റി, ഞങ്ങൾക്കൊരു കപ്പൽ തരാമോ, എണ്ണ ഖനനം നടത്താൻ വേണ്ടി ഒരു കപ്പൽ തരാമോ, കുറച്ച് എഞ്ചിനീയർമാരെ തരാമോ, ഞങ്ങൾ ഒരു എണ്ണ ഖനനം നടത്തി കുറച്ച് എണ്ണ ഉണ്ടാക്കട്ടെ. ഒരാള് പോലും കപ്പൽ കൊടുത്തില്ല. കപ്പൽ കൊടുക്കാൻ ഒരു രാജ്യം തയ്യാറായി. ആ രാജ്യത്തിന്റെ പേര് സോവിയറ്റ് യൂണിയൻ എന്നാണ്. ആ സോവിയറ്റ് യൂണിയന്റെ ഈ പിൻബലത്തിലാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബോംബെ കയ്യിൽ നിന്ന് ഓയിൽ ഇങ്ങനെ ഖനനം ചെയ്തെടുത്തത്. അപ്പൊ ഒരു സോഷ്യലിസ്റ്റ് പാത്ത് ഉണ്ട് നമ്മുടെ പുറകിൽ. ആ പാത്തിൽ നിന്നുകൊണ്ടാണ് നാം വളർന്നത്, നാം മുന്നോട്ട് പോയത്. ആ മുന്നോട്ടുള്ള പോവലിന് തടസ്സമായി നയത്തിനെതിരായി കേന്ദ്ര ഗവൺമെന്റ് 1991 മുതൽ നയവ്യതിയാനത്തിലൂടെ സ്വകാര്യവൽക്കരണം ഇങ്ങനെ നടപ്പാക്കുമ്പോൾ അതിനെതിരെയുള്ള പോരാളികളായി നിങ്ങൾ ഓരോരുത്തരും മാറണം എന്ന് ഈ ചുരുക്കം വാക്കുകളിൽ, കാരണം സമയത്തിന് പരിധിയുടെ ചുരുക്കം വാക്കുകളിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കി എല്ലാവരെയും അഭിവാദ്യം ചെയ്തു. നേരത്തെ അവതരിപ്പിച്ച പ്രമേയത്തിന്റെ ഉള്ളടക്കത്തോട് ചേർന്നുകൊണ്ടാണ് ഈ 3 അവതരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത, അതിനകത്ത് പണിയെടുക്കുന്നവർക്ക് അക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഉത്തരവാദിത്വം, രാഷ്ട്രീയ രംഗത്ത് മാധ്യമ ലോകം ഉൾപ്പെടെ ഇന്ന് സ്വീകരിക്കുന്ന നിലപാടിൽ അതിനെ മറികടക്കാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഈ പ്രചരണത്തെ കൊണ്ടുപോകുക എന്നത് ഉൾപ്പെടെയുള്ള നിരവധി ആശയങ്ങൾ കാഴ്ചപ്പാടുകൾ ഇവിടെ ഈ കൺവെൻഷൻ മുമ്പാകുന്നുണ്ട്. ഈ വിഷയങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇവിടെ ഞാൻ അവതരിപ്പിച്ച പ്രമേയം ഈ കൺവെൻഷനെ അതിന്റെ അംഗീകാരത്തിന് വേണ്ടി വയ്ക്കുകയാണ്. അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ രേഖ എത്തിക്കുന്നതാണ്. നമ്മൾ പരമാവധി ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും മാധ്യമമായി മാറിക്കൊണ്ട് ആ പ്രചരണം ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മുടെ കൺവെൻഷൻ, നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സസ്യങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് ഈ അധികം ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ നമ്മളോട് ഓരോരുത്തരുടെ മുമ്പിലും ഈ കൺവെൻഷനിൽ പങ്കെടുത്ത നമ്മുടെ നേതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഇന്ത്യ നാടിന്റെ ആവശ്യമാണ്. അതോടൊപ്പം അത് ഇതിനകത്തുള്ളവരുടെ കൂടി ആവശ്യമാണെന്നുള്ള ബോധ്യത്തിൽ ആ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയും അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. ഈ നയം ഇന്ത്യയിൽ നടപ്പാക്കുന്ന കോർപ്പറേറ്റ് അനുകൂല നയത്തിന്റെ ഭാഗമാണ്. അതിനൊരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്.
ആ നയം ഇന്ത്യ മുമ്പോട്ട് വെച്ചിട്ടുള്ള വികസന കാഴ്ചപ്പാടിന്റെ ക്ഷേമ നിലപാടിന്റെ ഉള്ളടക്കത്തിനെതിരാണ്. സ്വാഭാവികമായിട്ടും അത് ഇന്നത്തെ ഒരു ഭരണ നയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതെല്ലാം അതിജീവിച്ചുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ, അത് ഇൻഷുറൻസ് ആണെങ്കിലും ബാങ്കിംഗ് മേഖലയാണെങ്കിലും ടെലികോം മേഖലയാണെങ്കിലും BPCL പോലുള്ള മേഖലയാണെങ്കിലും അവയെല്ലാം സംരക്ഷിക്കുന്നതിലേക്ക് കൂടുതൽ വിശാലമായി യോജിപ്പോടുകൂടി ഒരു പൊതു ഐക്യപ്രസ്ഥാനമായി ഈ സമരങ്ങളെ ആകെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ സംഘടനയുടെ ദേശീയ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം നടക്കുന്ന പ്രചരണങ്ങൾ, ഈ ഓഗസ്റ്റ് 9 നടത്താൻ പോകുന്ന അഖിലേന്ത്യാ പ്രക്ഷോഭ പരിപാടികൾ ഉൾപ്പെടെ അതിന്റെ ഭാഗമായി കണ്ണൂരിൽ വിജയിപ്പിക്കാൻ കൂടി നമുക്ക് കഴിയും. തീർച്ചയായിട്ടും ഇവിടെ തുടരുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി അത്തരം വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷനിൽ ഈ 3 പ്രധാനപ്പെട്ട അവതരണം നടത്തിയ സഹാക്കളെ സൗത്ത് ഇൻഷുറൻസ് കമ്പനി പ്രകടനത്തിന് വേണ്ടി കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൺവെൻഷനിലെ നന്ദി പ്രകാശിക്കുന്നതിന് വേണ്ടി സംസ്ഥാനതല കൺവെൻഷൻ അതിന്റെ സമാപന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ പൊതുമേഖല മാത്രമല്ല, തൊഴിൽ മേഖല ആകെ തന്നെയും, അതുപോലെ തന്നെ നമ്മുടെ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെയും അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 2024 എന്ന് പറയുന്ന വർഷം ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ ഇതുവരെയുള്ള ചരിത്രത്തെയും അതിന്റെ നിലനിൽപ്പിനെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വഴിത്തിരിവാകാൻ പോകുന്ന, ഒരു വലിയ ചോദ്യചിഹ്നമാകാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 8-10 മാസത്തിന് ശേഷം നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ഭാഗധേയം എന്താണ് എന്ന് നിർണ്ണയിക്കപ്പെടാൻ പോവുകയാണ്. ആ ഒരു തെരഞ്ഞെടുപ്പ് ആണ്, നമ്മൾ ഏതിനെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഈ പൊതുമേഖലയുടെ നിലനിൽപ്പ് പോലുള്ള നമ്മുടെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ഭാവിയെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് സഖാവ് കെ വേണുഗോപാലാണ്, ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി സഖാവ് കെ വേണുഗോപാൽ. അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ പൊതുമേഖലയുടെ ചരിത്രം മുതൽ, അത് നമ്മുടെ ദേശീയ പ്രസ്ഥാന കാലഘട്ടം മുതൽ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലുണ്ടായ ചർച്ചകൾ, അങ്ങനെ എന്തുകൊണ്ട് ഇന്ത്യയിൽ പൊതുമേഖലയുണ്ടായി, അത് ഏതൊക്കെ തരത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തെ സ്വാധീനിച്ചു, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിച്ചു എന്ന് വളരെ വ്യക്തമായി ഇവിടെ പ്രതിപാദിച്ചു. I, on behalf of the organizing committee of the convention, extend a warm and sincere, heartfelt thanks to Comrade K. Venugopal. Thank you so much. അതുപോലെ BSNL എംപ്ലോയീസ് യൂണിയൻ കേരള സർക്കിളിന്റെ സെക്രട്ടറി സഖാവ് M. വിജയകുമാർ. നമുക്കറിയാം, ഈ പൊതുമേഖലാ സ്വകാര്യവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ചർച്ചയും, ഏതൊരു വർത്തമാനവും നമുക്ക് BSNLനെ സ്പർശിക്കാതെ കടന്നു പോകാൻ കഴിയില്ല. BSNL ആണ് നമ്മുടെ രാജ്യത്തെ ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന തരത്തിൽ ജനങ്ങളിലേക്ക് സംവേദിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് അവതരിപ്പിക്കാവുന്നത്. ആ നിലയ്ക്ക് തന്നെ സഖാവ് വിജയകുമാർ അത് വളരെ ഭംഗിയായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. സഖാവിന് ഈ കൺവെൻഷന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സഖാവ് അജി MG, ഇപ്പൊ ഞാൻ സൂചിപ്പിച്ച BSNL എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ മറ്റൊരു മേഖലയാണ് ഊർജ്ജം എന്ന് പറയുന്നത്, എനർജി സെക്ടർ. ആ മേഖലയിൽ നിന്നുള്ള നേതാവാണ് സഖാവ് MG അജി. കൊച്ചിൻ റിഫൈനറി വർക്കേഴ്സ് അസോസിയേഷന്റെ നേതാവാണ്. അതുപോലെ തന്നെ CITUവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം നമ്മൾ ഉന്നയിക്കുന്ന ഈ പ്രശ്നത്തെ ഏറ്റവും താഴെ തട്ടിലുള്ള വലതുപക്ഷ വക്താക്കളുടെ നിലപാട് മുതൽ അങ്ങ് മുകളിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെയും ഒക്കെ ഇടപെടൽ ഏത് തരത്തിലാണെന്നുള്ളത് വളരെ രസകരമായും എന്നാൽ കാര്യമാത്ര പ്രസക്തമായും ഏറ്റവും കുറിക്കുകൊള്ളുന്ന ഭാഷയിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സഖാവിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ വേദിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞികൃഷ്ണേട്ടൻ ഓൾ ഇന്ത്യ ഇൻഷുറൻസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയാണ്, AIAയുടെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. സഖാവിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സോണൽ ലീഡേഴ്സ് ആയിട്ടുള്ള സഖാവ് RK ഗോപിനാഥ്, സഖാവ് S. ശിവസുബ്രഹ്മണ്യം, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രമേയം അവതരിപ്പിച്ച സൗത്ത് സോൺ ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ എറണാകുളം ഡിവിഷന്റെ പ്രസിഡന്റുമായിട്ടുള്ള സഖാവ് R. പ്രീതിക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ വേദിയിലുള്ള വിവിധ ഡിവിഷൻ യൂണിയനുകളുടെ നേതാക്കളായിട്ടുള്ള സഖാക്കൾ OH സജിത്ത്, അതുപോലെ തന്നെ ദീപക് വിശ്വനാഥ്, അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിൽ നമ്മുടെ മുൻകാല നേതാക്കന്മാർ, നിരവധി ആളുകൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ എന്താ പറയുന്നത് ജീവനും രക്തവും നൽകി തന്നെ
ഈ രൂപത്തിലാക്കി ശക്തമായ ഒരു പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള പെൻഷൻ സഖാക്കളും അതുപോലെ തന്നെ പഴയകാല നേതാക്കളും ഒക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ സമയപരിമിതി മൂലം ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും ഈ കൺവെൻഷന്റെ സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച LIC എംപ്ലോയീസ് യൂണിയന്റെ പ്രവർത്തകർ, അതുപോലെ തന്നെ ഇതര വർഗ ബഹുജന സംഘടനകളുടെ സഖാക്കൾ, എല്ലാവർക്കും ഈ കൺവെൻഷൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ സഖാക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. സഖാക്കളെ, നമ്മുടെ കൺവെൻഷൻ നടപടിയുടെ അവസാനിപ്പിക്കുകയാണ്.